السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ونبينا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله الرحمن الرحيم. وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين. صدق الله العلي العظيم. وقال سيدنا ومولانا محمد صلى الله عليه وسلم: خير الآباء من علمك. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك. يا مالكي كن شافئي في فاقتي إني فقير في الورى لغناك. സമാദരണീയരായ സാദാത്തുക്കളെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, സ്നേഹബഹുമാനം നിറഞ്ഞ മറ്റു നേതാക്കളെ, ഈ മഹത്തായ സമ്മേളനത്തിൽ സംഘടിച്ചിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളെ, നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗീയ ആരാമത്തിൽ മാതാപിതാക്കളോടൊപ്പം, ഉസ്താദുമാരോടൊപ്പം, നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ മക്കൾ, ഭാര്യമാർ, കുടുംബക്കാരോടൊപ്പം, സുഹൃത്തുക്കളോടൊപ്പം നമ്മെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ മഹത്തായ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങൾ, കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു തീർത്തു തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളെ സമീപിക്കുന്ന സമയം ഇവിടെ ഒരുപാട് പരിപാടി വെച്ച് തളർന്ന് ക്ഷീണിച്ച് നിൽക്കുകയാണ് ഈ ശാഖയിലെ SKSF പ്രവർത്തകർ, സമസ്തയുടെ പ്രവർത്തകർ. അതുകൊണ്ട് നിങ്ങളെല്ലാ ആളുകളും ഹൃദ്യമായി നമ്മുടെ പ്രവർത്തകരെ സഹായിക്കണം, ബക്കറ്റിൽ നല്ല സംഖ്യകൾ നിക്ഷേപിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇവിടെ ഇനി നടക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ടൊരു പരിപാടി മുഖാമുഖമാണ്. ആ മുഖാമുഖം നടക്കുന്നതിനിടയിൽ വരുന്ന സമയം അതെത്രയാണോ അത്ര ചെറിയൊരു പ്രഭാഷണമായി ചെറിയ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മുഖാമുഖം നടക്കണമെങ്കിൽ ഈ നാട്ടിലുള്ള SSFന്റെയോ AP വിഭാഗത്തിന്റെയോ പ്രവർത്തകർ കടന്നു വരണം. നിങ്ങൾക്ക് മുടി സംബന്ധമായി എന്തൊക്കെ സംശയങ്ങളുണ്ടെങ്കിലും, സംശയങ്ങൾ മാത്രമല്ല എന്തൊക്കെ വിയോജിപ്പുകളുണ്ടെങ്കിലും അത് മുഴുവനും ഇവിടെ പ്രകടിപ്പിക്കാൻ ഞങ്ങൾ അനുവദിച്ച സമയം ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ഞങ്ങൾ അവസരം നൽകുകയാണ്. നിങ്ങൾ നേരത്തെ മണിക്കൂറുകളായി കസേരകൾ കാത്തു നിൽക്കുന്നുണ്ട്.
ഇനി അതിനുവേണ്ടി ഒരു പ്രത്യേക സമയം ഒഴിച്ചുവിടാതെ നിങ്ങൾ എപ്പോഴാണോ വരുന്നത് അതിനുവേണ്ടി ഉടനെ നിങ്ങൾ നിർത്തുന്നതാണ്. നിങ്ങളെ കസാലയും മൈക്കും നിങ്ങളെ ഊഴവും കാത്തു നിൽക്കുന്നതുകൊണ്ട് ഇനി നാളെ പോയി മറ്റൊന്ന് പറയാതെ മറ്റൊരു ദിവസം ഇവിടെ ഒരു മറുവിശദീകരണം നൽകാതെ നിങ്ങൾ ഈ സമയം ഉപയോഗപ്പെടുത്തണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന് പറയാനുള്ളത്, ഈ നാട്ടിലെ SSFകാരെ APU വിഭാഗക്കാരെ നിങ്ങൾ ഇതിന് പകരമായി മറ്റൊരു മുഖാമുഖം നിങ്ങൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ SKSSFന്റെ സമസ്തയുടെ പ്രവർത്തകരായ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് ചോദിക്കാൻ അവസരം തരണം. ഒരു ചോദ്യം ഒരാൾക്ക് ഒരു ഉപചോദ്യം എന്നൊന്നും കണ്ടീഷൻ പറയരുത്. ഉപാധിയില്ലാതെ നിങ്ങളെ മുടി സംബന്ധമായി ഞങ്ങൾക്ക് 100 കണക്കിന് ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഞങ്ങളെ വിദ്യാർത്ഥികൾക്കുണ്ട്, ഞങ്ങളെ പ്രവർത്തകർക്കുണ്ട്. അതിനുള്ളൊരു അവസരമായിട്ടല്ലാതെ നിങ്ങളൊരു പരിപാടി പ്രസംഗിച്ചു വിടുന്ന് പോകരുത്. ഇനി സംവാദത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്ന് നിങ്ങളിവിടെ പ്രസംഗിച്ചു എന്നറിയാൻ സാധിച്ചു. SSFകാരല്ല, SYSകാരല്ല, സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും പൊന്മളയും പേരോടും തന്നെ വന്നാലും മാത്രമല്ല സമസ്തയോട് ആദർശപരമായി വിയോജിപ്പുള്ള ഈ ഭൂമി ലോകത്തെ ആരൊക്കെയുണ്ടോ അവരോട് ഞങ്ങൾ SKSSFന്റെ ഇസ്തിഖാമ എന്ന ആദർശവിജ്ഞ സംവാദത്തിന് തയ്യാറാണ്. 101 വട്ടം തയ്യാറാണ്. നിങ്ങൾക്ക് വരാം. ഈ ബാക്രവയിലുള്ള പ്രശ്നമായതുകൊണ്ട് ഇവിടെ തന്നെയാവണോ? ഞങ്ങൾക്ക് നിശ്ചയിക്കാൻ നിങ്ങൾ പറഞ്ഞോളൂ. വ്യവസ്ഥ വേണോ? ഇന്ന് തന്നെ വേണോ? സുബഹിക്ക് വേണോ? ഞങ്ങൾ നിശ്ചയിക്കാൻ നിങ്ങൾ വന്നോളൂ. ഒരൊഴിഞ്ഞു മാറ്റമില്ല. എഴുതിത്തരണോ? വാക്ക് വേണോ? എന്താണോ നിങ്ങൾക്ക് ആവശ്യം? ഞങ്ങളതിന് തയ്യാറാണ്. SSFകാരോട് മാത്രമല്ല, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ തങ്ങളവர்கள் കൊണ്ടുവന്ന പരിശുദ്ധ ദീൻ, സഹാബത്ത് കേരളത്തിൽ എത്തിച്ച പരിശുദ്ധ ദീൻ, മഹാരഥന്മാർ ഖിദ്മത്ത് ചെയ്ത് ഇവിടെ നിലനിർത്തിയ പരിശുദ്ധ ദീൻ, ബഹുമാനപ്പെട്ട മഖ്ദൂമമാർ അതിന് വെള്ളി വെളിച്ചം നൽകിയ പരിശുദ്ധ ദീൻ, മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളവர்கள் സംഘടനാ രൂപത്തിൽ ഇവിടെ പ്രവർത്തിച്ച പരിശുദ്ധ ദീൻ, പ്രചരിപ്പിച്ച പരിശുദ്ധ ദീൻ, മഹാനായ ശംസുൽ ഉലമ ഇവിടെ ഉയർത്തിപ്പിടിച്ച, കണ്യത്ത് ഉസ്താദ് ഇവിടെ ഉയർത്തിപ്പിടിച്ച, മഹാനായ ചാലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഇവിടെ ഉയർത്തിപ്പിടിച്ച, മഹാരഥന്മാരായ നമ്മുടെ നേതാക്കൾ മുഴുവനും ഇവിടെ സ്ഥാപിച്ച, ഇവിടെ പ്രചരിപ്പിച്ച പരിശുദ്ധ ദീൻ. ആ ദീനിന് നാനാതലങ്ങളിൽ വിയോജിപ്പുള്ള ആളുകളുണ്ട്. ക്രിസ്ത്യാനികളുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അതുപോലെ ആദർശപരമായി ഒരുപാട് ശത്രുക്കളുണ്ട്. ആരൊക്കെ ആരോഗ്യപരമായ സംഭാഷണത്തിന്, ആരോഗ്യകരമായ സംവാദത്തിന് ആരൊക്കെ ഉണ്ടോ ഞങ്ങൾ തയ്യാറാണ്. അതിന് ഞങ്ങൾ ഉസ്താദുമാർ, ചെറുശ്ശേരി ഉസ്താദ് വരണ്ട. അതിന് ഞങ്ങളുടെ നേതാവ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദും ഹമീദ് ഫൈസിയും വരണ്ട. അതിന് ഞങ്ങൾ ഓണംപള്ളി ഫൈസിയും നാസർ ഫൈസിയും പോലും വേണ്ട. ഞങ്ങൾ അതിന് താഴെയുള്ള ചെറിയ വിദ്യാർത്ഥികൾ SKSSFന്റെ ഇസ്തിഖാമയുടെ വിങ് ഞങ്ങൾ അത് ഏറ്റെടുക്കുകയാണ്. ഇനി സംവാദത്തിന് ഒഴിഞ്ഞു മാറുകയാണ്, ഞങ്ങൾ പേടിയാന്ന് നിങ്ങൾ പറയണ്ട. അതൊക്കെ നിങ്ങൾ സ്വന്തം പറയാൻ ഏറ്റവും നല്ലതാണ്. ഈ സമൂഹത്തിന്റെ മുമ്പിൽ അത് പറയണ്ട. ഞങ്ങളുടെ മുമ്പിൽ ആരും വരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതായിരിക്കും നിങ്ങൾ മുതലെടുക്കുന്നത്. ഞങ്ങളോട് ആര് സംവാദത്തിന് വരുന്നില്ല. മുടിക്കാരെ നിങ്ങൾക്ക് തയ്യാറാണോ? മണ്ണാർക്കാട് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് കുടുങ്ങിയിട്ട് വന്നിട്ടില്ലേ? വ്യവസ്ഥ എഴുതാൻ 3 മണിക്കൂർ ഇരുന്നിട്ട് ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യമെന്നറിയോ? ഞങ്ങളുടെ മുമ്പിലിരുന്ന് ഗീർവാണ പ്രഭാഷണം വെല്ലുവിളി നടത്തിയ റഷീദ് സഖാഫിയെയും ജാഫർ സഖാഫിയെയും ഞങ്ങളുടെ മുമ്പിലിട്ട് 3 മണിക്കൂർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? നിങ്ങളുടെ കയ്യിലുള്ള മുടി, കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടി, മർക്കസിലുള്ള മുടി അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണ് എന്ന് നിങ്ങൾ എഴുതുമോ? 3 മണിക്കൂർ ചോദിച്ചുങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണ് കാന്തപുരം സൂക്ഷിച്ച മുടിയെന്ന് നിങ്ങൾ എഴുതുമോ? ഞങ്ങൾ 3 മണിക്കൂർ ചോദിച്ചു. മറുപടി പറയുന്നില്ല. അതിന്റെ മറുപടി മർക്കസിലുള്ള മുടി തിരികേശമാണ്, അതുകൊണ്ട് ബർക്കത്തെടുക്കപ്പെടേണ്ടതാണ്. ഞങ്ങൾ പറഞ്ഞത് പിന്നെ പറയാം. ഇപ്പം പറയേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് മലയാളത്തിൽ നിങ്ങൾ എഴുതുമോ? മലയാളത്തിൽ എഴുതുമോ എന്ന് 3 മണിക്കൂർ ചോദിച്ചിട്ട് എഴുതാൻ ധൈര്യപ്പെടാതെ എഴുന്നേറ്റ് പോയ സഖാഫി കുട്ടികളെ ഞങ്ങൾ വീണ്ടും വീണ്ടും ഈ ബാക്കർവയലിന്റെ മണ്ണിനെ സാക്ഷി നിർത്തിയിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ പുരുഷാരങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ ഒരുക്കിയ ഈ കസേരയുടെ മുമ്പിലേക്ക്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയ മൈക്കിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് നിങ്ങൾക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധ്യമാണോ? കാന്തപുരം സൂക്ഷിച്ച മുടി അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയല്ല എന്ന് ഞങ്ങൾ SKSSFകാർ പറയുന്നു.
നിങ്ങൾ പറയുമോ SSF-കാരാ അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന്? നിങ്ങൾ ആ വാദത്തിൽ സംവാദത്തിന് തയ്യാറുണ്ടോ? SSF-കാരാ ഓ സാക്ഷാൽ AP വിഭാഗത്തിന്റെ സർവ്വ നേതാക്കളോട് ഞങ്ങൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഒരു സംവാദത്തിന് സാഹചര്യം പോലും ഇല്ലാത്ത വിധം എതിർവിഭാഗം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഈ മണൽത്തരികൾ, കേരളത്തിന്റെ മണൽത്തരികൾ വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യം. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാത്രമല്ല, മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവர்கள் ഇവിടെ പ്രചരിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിന്റെ ഭാഗമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മുടി ഷഅർ മുബാറക. ഈ ഷഅർ മുബാറക് അതിനെ ബഹുമാനിക്കാനും അതിന്റെ ബഹുമാനം ഇവിടെ പഠിപ്പിക്കാനും ആ ബഹുമാനം അങ്ങേയറ്റം സമൂഹത്തിൽ നിലനിർത്താനും വേണ്ടി പ്രചരിപ്പിക്കുകയും പ്രബോധനം ചെയ്യുന്ന വിഭാഗമാണ് ഞങ്ങൾ. പലരും സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ആസാറിനെതിരാണ് എന്ന് പറയാറുണ്ട്. മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവരുടെ മുടിയോടുള്ള ബഹുമാനം, ഉമ്മത്ത് മുഹമ്മദിയക്കുള്ള ബഹുമാനം, അത് സ്വഹാബത്ത് പഠിപ്പിച്ച ബഹുമാനമാണ്. ആ ബഹുമാനം തച്ചു തകർക്കാൻ വേണ്ടി ഇവിടെ വന്നവർ അവര് വഹാബികളാണ്. ആ വഹാബികളെ നേരിട്ടവർ ഞങ്ങളുടെ സമസ്തയുടെ നേതാക്കളാണ്. അത് വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്, അത് മഹാനായ ശംസുൽ ഉലമയാണ്. വഹാബികൾ ഇന്നും ആ വിഷയത്തിൽ കൃത്യമായൊരു തീരുമാനം പറയാതെ മാറി മാറി കളിക്കുകയാണ്. ഞങ്ങൾ SKSF-ന്റെ പല വേദികളിലും ഇസ്തിഖാമ പല വേദികളിലും ഈ വിഷയത്തിൽ സംവാദത്തിനുണ്ടോ എന്ന് പല ആളുകളോടും ഖണ്ഡന പ്രസംഗത്തിൽ ഞങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ അതിലിങ്ങനെ മാറി മാറി കളിക്കുന്ന രംഗം, അതിൽ ഒന്ന് രണ്ട് ശ്രദ്ധേയമായ ഭാഗങ്ങൾ ആമുഖമായി നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്കൊക്കെ അറിയാലോ, മുജാഹിദിന്റെ കീർവാണ പ്രഭാഷകനാണ് മുജാഹിദ് ബാലുശ്ശേരി. അദ്ദേഹം പറയുന്നുണ്ട്, മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവர்கள் മുടി വിതരണം ചെയ്തിട്ടുണ്ട് ഹജ്ജത്തുൽ വദാഇ. സഹാബത്ത് യതബറകൂന ബിഹി വയതമസ്സഹൂന ബിഹി, അതിൽ തടവുമായിരുന്നു, ബറക്കത്തൊടുക്കുമായിരുന്നു, അവരുടെ തലപ്പാവിൽ കെട്ടിവെക്കുമായിരുന്നു, അവരുടെ കഫം പടവിയിൽ അത് ബറക്കത്തിന് വേണ്ടി വെക്കുമായിരുന്നു. അത് കഴുകിയിട്ട് വെള്ളം കുടിക്കാറുണ്ട്. നുദാബീ ബിഹി സിബിയാനനാ, ഞങ്ങളെ ചെറിയ മക്കൾക്ക് ശ്വാസം മുട്ടുവരുമ്പോൾ, ഞങ്ങളെ ചെറിയ മക്കൾ പാതിരാക്ക് എഴുന്നേറ്റ് കരയുമ്പോൾ, ചെറിയ മക്കൾക്ക് ജലദോഷം വരുമ്പോൾ, പനി വരുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നതിന് പകരം ഈ വെള്ളം കഴുകിയിട്ട് ഞങ്ങൾ ചികിത്സിക്കാറുണ്ട് എന്ന് സ്വഹാബികൾ പറഞ്ഞ സംഭവം ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം പറയാ, അത് റസൂലുള്ളാഹ് മുടി കൊടുത്തത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. എന്താണ് ആ സാഹചര്യം? ബാപ്പ മരിക്കുമ്പോ ബാപ്പാന്റെ ഡ്രസ്സുകളൊക്കെ മക്കൾ സ്നേഹത്തോടെ എടുത്തു വെക്കുമല്ലോ, അതിലപ്പുറം അതിൽ യാതൊരു ബറക്കത്തുമില്ല. പറയട്ടെ, കൃത്യമായി പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സഹാബത്ത് സൂക്ഷിച്ച ഘട്ടങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ മുടി ഏതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ മരിക്കുമ്പോ ബാപ്പ സ്ഥിരമായിട്ട് ഉപയോഗിച്ച പേന, ബാപ്പയുടെ ഓർമ്മക്കായി എടുത്തു വെക്കും സ്നേഹമുള്ള മക്കൾ. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബാപ്പത്തെ ജുബ്ബ, ഇനി ബാപ്പാന്റെ വല്ല മുടി എവിടെ അതെന്തിനാ ആരാധിക്കാനാ? അതിന് പുണ്യം എന്തെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിന് പുണ്യം എന്തെന്ന് വിചാരിക്കാനാ? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ? അല്ല. അപ്പം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മുടി സ്വഹാബത്ത് എടുത്തു വെച്ചത് ഒരു ബർക്കത്തിനോ പുണ്യത്തിനോ വിചാരിച്ചുകൊണ്ടല്ല. ഞങ്ങൾ പറയട്ടെ, SSF-കാരെ, കാസർഗോഡ് ജില്ലയിലെ SSF-കാരെ സാക്ഷി നിർത്തി ഞങ്ങൾ പറയട്ടെ, ഭൂമി മലയാളത്തിൽ ഏതെങ്കിലും മുജാഹിദ് കുട്ടികൾക്ക് ഈ വിഷയത്തിൽ തർക്കിക്കാൻ, സംവാദം നടത്താൻ, ആരോഗ്യകരമായ ഒരു സംഭാഷണം നടത്താൻ ഞങ്ങളോട് സാന്നിധ്യമാണോ? ബുഖാരിയിലെ നൂറുകണക്കിന് ഹദീസുകൾ ഞങ്ങൾ നിരത്തും. നൂറുകണക്കിന് സഹീഹായ ഹദീസുകൾ സിഹാഹുസുത്ത് ഞങ്ങൾ നിരത്തും. അത് ബറക്കത്തെടുക്കാനാണ്. പക്ഷെ ഇയാൾ ഒരു ജാഹിലാണ്, ഒരു വിവരമില്ലാത്ത മനുഷ്യനായതുകൊണ്ട് പറയുകയാണ്. എന്തുകൊണ്ട്? കുറച്ച് പഠിച്ചപ്പോൾ ഹുസൈൻ സഫി പറയുന്നതാണ് ഇനി കേൾക്കാൻ പോകുന്നത്. അയാൾ കുറച്ചങ്ങോട്ട് വായിച്ചു. അയാൾ വായിച്ചപ്പോൾ അയാൾ പറയുന്നു, എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി അത് ബറക്കത്തെടുക്കാൻ തന്നെയാണെന്ന് ഹുസൈൻ സലഫിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇയാളെ തിരുത്തിയിട്ട് ഈ മനുഷ്യനെ വെല്ലുവിളിക്കുന്നു. ആരാണ് ഹുസൈൻ സലഫി? പാട്ടുപാടി പ്രസംഗിച്ചു നടക്കുന്ന ആള്. ഈ മുജാഹിദ് ബാലുശ്ശേരി നിലകൊള്ളുന്ന അതേ ഗ്രൂപ്പുകാരൻ. അയാൾ പറയട്ടെ, അതിൽ ബറക്കത്തില്ലെന്ന് പറയാൻ ആർക്കാ അധികാരമുള്ളത്? കൊഞ്ച ചെങ്ങായി. അല്ല,
മേലുള്ളവരൊക്കെ ചെയ്യണം. അതേ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളെയും നമ്മൾ അംഗീകരിക്കുകയാണ്. മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് മുടിവടിച്ചപ്പോ സഹാബത്തിന് മുടി വിതരണം ചെയ്തിട്ടുണ്ട്. അതാരും നിഷേധിക്കാൻ പോയിട്ടില്ലല്ലോ. റസൂല് വിതരണം ചെയ്ത മുടിയിൽ ബറക്കത്തുണ്ട്. അല്ലാഹു ഒരു വസ്തുവിൽ ബറക്കത്ത് നിശ്ചയിച്ചാൽ അതിൽ ബറക്കത്തില്ലെന്ന് പറയാൻ ആർക്കാ അധികാരമുള്ളത്? മുജാഹിദ് ബാലുശ്ശേരിനോടാണ് വെല്ലുവിളി. ആർക്കാ അധികാരമുള്ളത്? അതുകൊണ്ട് ബറക്കത്തില്ല എന്ന് പറയാൻ ഒരാളെയും അനുവദിക്കൂല എന്ന് മുജാഹിദ് തന്നെ ഏറ്റുപറഞ്ഞ സ്ഥിതിക്ക് ഇനി അവരോട് സംവദിക്കേണ്ടതില്ലല്ലോ, സംസാരിക്കേണ്ടതില്ലല്ലോ. ഇനി പറയട്ടെ, നിങ്ങൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരവായ മുടിക്ക് ബറക്കത്തുണ്ട് എന്നതോടൊപ്പം ആ മുടിനെ വ്യാജമായി ഇവിടെ മുഅ്മിനീങ്ങളുടെ റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ആരെങ്കിലും കീശ കുറിപ്പിക്കാൻ വേണ്ടി വന്നാൽ അവരെയും ഞങ്ങൾ വിടൂല. അവരെയും ഞങ്ങൾ 6 അടി മണ്ണിലേക്ക് കുഴിച്ചു മൂടിയിട്ടല്ലാതെ ഞങ്ങളെ ഈ ജിഹാദ് നിർത്തൂല. നിങ്ങൾ മനസ്സിലായിക്കോളൂ, ഈ മുടിയും കൊണ്ട് തന്നെ കാന്തപുരം വന്നത് അത് മഹാനായ ശംസുലമന്റെ ഗുരുത്തക്കേടാണ്. നിങ്ങൾ മനസ്സിലാക്കി, ശംസുലമനോട് ആരൊക്കെ കളിച്ചിട്ടുണ്ടോ ഇത് ഞാൻ പറയല്ല, പലപ്പോഴും ഉസ്താദുമാരായ മഹാന്മാരിൽ നിന്ന് കേൾക്കാറുണ്ട് അനുഭവസ്ഥർ. ശംസുലമനോട് ആരൊക്കെ കളിച്ചിട്ടുണ്ടോ അത് ഏതൊക്കെ നിലയിൽ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു, മഹലിലുണ്ടായിരുന്നു, സംഘടനാപരമായി ഉണ്ടായിരുന്നു, കുടുംബത്തിൽ ആരേതൊക്കെ ശംസുലമെ നോവിച്ചോ അവരെ മുഴുവനും വേദനിപ്പിച്ചതിന്റെ ക്ലിപ്പുകളും സംഭവങ്ങളും അയാൾ ഏക്കാതെ പറയുന്നത് നേരം വെളുക്കുന്നവരെ തീരൂല. അത്രമാത്രമുണ്ട്. ശംസുലമനെ വേദനിപ്പിച്ചത് കൊണ്ടാണ് കാന്തപുരം ഈ ദുർഗതി തോണ്ടിയിട്ടുള്ളത്. ഇത് അവസാനിക്കുന്ന ദുർഗതിയല്ല. എന്നിട്ട് ഇവിടെ ബാക്രവയിൽ വന്നിട്ട് പറയാണ് ഞങ്ങൾ ശംസുലമന്റെ ആളാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ അങ്ങ് പിന്നെന്തിനെ APK എന്ന് പറയുന്നത്? ഇതായിരിക്കാ തിരിയാത്തത്? നിങ്ങൾ APക്കാരുമാണ് ഈക്കക്കാരുവാണെങ്കിൽ പിന്നെ രണ്ടില്ലല്ലോ, ഒന്നല്ലേ ഉള്ളൂ. എന്തിനാണ് ഇവിടെ 2 ഗ്രൂപ്പ് വന്നത്? എന്തിനാണ് SSFും SKSSFും വേറെ വന്നത്? നിങ്ങൾക്ക് പറയുന്നതിൽ അന്തമില്ലേ? നിങ്ങൾ ഈ സമൂഹത്തോടല്ലേ സംസാരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്? ആരാൾ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞല്ലോ. ശംസുലമ നിങ്ങളാണെങ്കിൽ, ഉള്ള ശിഹാബദങ്ങൾ നിങ്ങളാണെങ്കിൽ, അതുപോലെ തന്നെ മഹാരഥന്മാരായ സമസ്തയുടെ നേതാവ് കണ്യത്ത് ഉസ്താദ് നിങ്ങളാണെങ്കിൽ പിന്നെ എന്തിനാ രണ്ടായത്? രണ്ടായതിന് കാരണം പറയുന്നത് ശംസുലമ പിഴച്ചു എന്നാ, ഉള്ളാർ ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ് പിഴച്ചു എന്നാ നിങ്ങൾ കാരണം പറഞ്ഞത് അല്ലേ? അല്ലെന്ന് പറയാൻ ഈ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ച് നീട്ടിവയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ വിഡ്ഢികളെ സ്വർഗത്തിലായ SSFകാരാ നിങ്ങളുള്ളത്. ഇവിടെ കേരളത്തിൽ ആർക്കാ അറിയാത്തത് നിങ്ങൾക്കെതിരെ ശംസുലമായെന്ന്? നിങ്ങൾ നോക്കൂ, ഒരു സക്കാഫി പറയാണ് എന്തിനാ പിളർന്നത്. മൂപ്പര് പറയട്ടെ എന്തിനാ പിളർന്നത്, സക്കാഫി പറയട്ടെ. സമസ്ത കേരള ജംഇയ്യ സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി ഞാൻ പറയാം. യഥാർത്ഥത്തിൽ EK അബൂബക്കർ മുസ്ലിയാരുടെ പെട്ടെന്നുള്ള നിലപാട് മാറ്റം, അതായത് സമസ്തയുടെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി അദ്ദേഹം അന്നത്തെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ താൽപര്യ നിലപാടിലേക്ക് അദ്ദേഹം പോവുകയും ആ നിലപാടിലേക്ക് സമസ്തയെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ മുശാവറയിലെ കുറെ ആളുകൾക്ക് അത് രസിച്ചില്ല. നോക്കൂ നിങ്ങള്, സമസ്തന്റെ നിലപാട് ലീഗിന്റെ നിലപാടിലേക്ക് കൊണ്ടുപോകാൻ മഹാനായ വരക്കൽ മഹാനവി മുല്ലക്കോയത്തങ്ങൾ സ്ഥാപിച്ച സമസ്തയെ ലീഗിന്റെ ആലയിലേക്ക് കെട്ടാൻ വേണ്ടി ശ്രമിച്ചു. ആ കാരണം കൊണ്ട് വിയോജിപ്പ് കൊണ്ടാണ് ഇറങ്ങിപ്പോയത് എന്ന് സഖാഫി പറയാണ്. എന്നിട്ട് ശംസുലമ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? അതിന് ഉദാഹരണം പറഞ്ഞത് മഹാനായ അബുൽ ഹസൻ അശ്ശരി റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദായ മുബ്തദിയായ അതേ മുഅ്തസിലത്തിന്റെ നേതാവായ ജുബ്ബായിനോട് തോൽപ്പിച്ച് തർക്കിച്ച് ഇറങ്ങിപ്പോയതുപോലെയാ ശംസുലമന്റെ മുമ്പിൽ നിന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇറങ്ങിപ്പോയത് എന്ന് സഖാഫി തുടർന്ന് പറയുന്നത് കേൾക്കൂ നിങ്ങൾ. ഇല്ല, സ്വാഭാവികം മാത്രമാണല്ലോ. അബുൽ ഹസൻ അശ്ശരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്ന ജുബായിയുടെ നീക്കം ശരിയല്ലെന്ന് കണ്ടപ്പോഴാണ് അബുൽ ഹസൻ അശ്ശരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നത്, സ്വന്തം ഉസ്താദിനെതിരെ രംഗത്ത് വന്നത്. അപ്പൊ അതൊക്കെ ചരിത്രപരമായി ആവശ്യമുള്ള കാര്യമായിരുന്നു എന്നതുകൊണ്ട് അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ പോക്ക് യഥാർത്ഥത്തിൽ സുന്നിക്ക് ക്ഷീണം ചെയ്യും, സുന്നത്ത് ജമാഅത്തിന് ക്ഷീണം ചെയ്യുമെന്ന് കണ്ടപ്പോൾ സമസ്തയെ ഇനി രക്ഷപ്പെടുത്തിയേ പറ്റുകയുള്ളൂ എന്ന് തീരുമാനിച്ചു.
ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പിന്നീട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിയമാനുസൃതം പുനഃസംഘടിപ്പിക്കപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ആരാണ് പ്രതി? സമസ്തയെ ഈ തെറ്റിലേക്ക് കൊണ്ടുപോയതിന്റെ പ്രതി ആരാണ്? നിയമാനുസൃതമായി പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ മരിച്ചുപോയ ഉള്ളാത്തങ്ങളടക്കമുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അടങ്ങുന്ന ആറാളുകൾ നിയമപരമായി പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ പ്രതി ആരാണ്? ഒന്ന് ശംസുൽ ഉലമ, മറ്റൊന്ന് കണ്ണിയത്ത് ഉസ്താദ്. ഒന്നാം പ്രതികൾ അവരല്ലേ? കണ്ണിയത്ത് ഉസ്താദ് മറുഭാഗത്ത് പ്രസിഡന്റാണ്, ശംസുൽ ഉലമ ജനറൽ സെക്രട്ടറിയാണ്. ഈ രണ്ടാളുടെയും നിലപാട് തെറ്റാണെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ? നിങ്ങളത് പറഞ്ഞിട്ടില്ലേ? എന്ന് മാത്രമല്ല, ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവര് വെച്ചു പുലർത്തിയ ആശയം എന്താണ്? ശംസുൽ ഉലമ ഒരു ഫാസിഖാണ്, ഒരു മുബ്തദിയാണ്, ശംസുൽ ഉലമ ഒരു മഹാമോശക്കാരനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞതും പ്രചരിപ്പിച്ചതും നിങ്ങൾ വിശ്വസിച്ചു പോന്നതും? അതുകൊണ്ടല്ലേ ഉള്ളാൾ ഞങ്ങൾ ശംസുൽ ഉലമയെ പറ്റി കഫറ എന്ന് പറഞ്ഞത്? നിങ്ങൾ മറന്നോ? നിങ്ങളുടെ ആളായതുകൊണ്ടാണോ ഉള്ളാൾ ഞങ്ങൾ ശംസുൽ ഉലമയെ പറ്റി കഫറ എന്ന് പറഞ്ഞത്? ശംസുൽ ഉലമ ഈ കെ വിഭാഗക്കാരനല്ല, എ പി വിഭാഗക്കാരനാണെന്നാ പറയുന്നത്. പിന്നെ മെമ്പർഷിപ്പ് കൊടുത്തളിയാ, സംഘടന പിരിച്ചുവിട്ടളിയ. എന്ത് പിടിത്തായി പറയുന്നത് കേരള മണ്ണിലുള്ള മുസ്ലിമീങ്ങളോടാ? എന്തിനാ പിന്നെ നിങ്ങൾ കഫറ വരെ പ്രയോഗിച്ചത്? ഇപ്പൊ ഒരു സക്കാഫി വെല്ലുവിളിച്ചു കഫറ എന്ന് ബഹുമാനപ്പെട്ട ഉള്ളാൾ ഞങ്ങൾ പറഞ്ഞു എന്ന് തെളിയിച്ചാൽ ഒരിക്കലും സാധ്യമല്ല എസ്കെഎസ്എഫുകാരനെ തെളിയിക്കാൻ. ഈ മംഗലാപുരക്കാരോട് അത് പറയാൻ കഴിയോ? കഫറ എന്ന് പറഞ്ഞിട്ടില്ലേ? തങ്ങളവർകൾ മരണപ്പെട്ടു പോയി, അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ഒരു മരിച്ച മനുഷ്യനെ പറ്റി എന്താ അതല്ലാതെ പറയാൻ? മഹാനായ ശംസുൽ ഉലമന്റെ കറാമത്ത് പറഞ്ഞു നടന്ന പ്രഭാഷകനായിരുന്നു ഒരു കാലത്ത് ബഹുമാനപ്പെട്ട ഉള്ളാൾ ഞങ്ങൾ. പക്ഷേ മഹാനായ ശംസുൽ ഉലമനെ അങ്ങേയറ്റം വേദനിപ്പിച്ചു. ആ വേദനിപ്പിച്ചതിന്റെ ഫലമാണ് സ്വന്തം ഉസ്താദിനെതിരെ ശിഷ്യൻ കഫറ എന്നൊരു വാക്ക് ഉദ്ധരിക്കേണ്ടി വന്നത്, ഒരു വാക്ക് പ്രസംഗത്തിൽ പറയേണ്ടത് വന്നു. പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ലേ നിങ്ങൾ? ഇല്ലെന്ന് എസ്എസ്എഫുകാരൻ പറയുമോ? ശംസുൽ ഉലമനെ കാഫറായി എന്ന് നിങ്ങളെ ഉള്ളാൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞതിനപ്പുറം നിങ്ങൾ തക്ബീർ ചൊല്ലിയിട്ടില്ലേ? നിങ്ങൾ എന്തിനാ തക്ബീർ ചൊല്ലിയത്? ശംസുൽ ഉലമ കാഫറാന്നുള്ളാൾ നിങ്ങൾ പറഞ്ഞപ്പോ എന്തിനാണ് നിങ്ങൾ തക്ബീർ ചൊല്ലിയത്? കേട്ടോളൂ, നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ കാലങ്ങളിൽ ഇനിയും അത് അടിച്ചുകൊണ്ടേയിരിക്കുക ശബ്ദം ഒരിക്കലും നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധ്യമല്ല. നിങ്ങൾ മാപ്പ് പറയണതിന്, നിങ്ങളതിനെ ന്യായീകരിക്കാൻ ചെയ്തിട്ടില്ല, തിരുത്തിയിട്ടില്ല, ഇന്ന് വരെ തിരുത്തിയിട്ടില്ല. അതുകൊണ്ട് എസ്എസ്എഫുകാരാ, നിങ്ങളുടെ ആവനാഴിയിൽ അവസാനത്തെ അസ്ത്രം ഇവിടെ പ്രയോഗിക്കരുത്. എന്താണ്? ഞങ്ങള് ശംസുൽ ഉലമന്റെ ആൾക്കാരാണ്, ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ സമസ്തന്റെ ആൾക്കാരാണ്, ഞങ്ങൾ എസ്കെഎസ്എഫുകാരെന്ന് പറഞ്ഞാൽ അതാ നല്ല, ഏറ്റവും നല്ലതാ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ പറ്റി കഫറ എന്ന് പറഞ്ഞത് കേട്ടോളൂ. പ്രസക്തമായ അരമിനിറ്റ് മാത്രം, സമയം വളരെ പരിമിതമാണ്. നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു അപ്പാണ് നമ്മുടെ ഉസ്താദല്ലേ? നോക്കൂ, നിങ്ങള് ഉള്ളാൾ നിങ്ങള് ബഹുമാനപ്പെട്ട സി എം മടവൂരിനോട്ട് പോയപ്പോൾ സി എം മടവൂർ മൂപ്പരോട് പറഞ്ഞത്രേ, അൻതാലൽ ഹക്ക്, തങ്ങളെ നിങ്ങൾ സത്യത്തിന്റെ മേല. അപ്പൊ ഉള്ളാൾ നിങ്ങൾ തിരിച്ചു വയ്ക്കുക, അപ്പുറത്ത് എന്റെ ഉസ്താദല്ലേ? ഉള്ളാൾ നിങ്ങൾ തിരിച്ചു വയ്ക്കാൻ, അപ്പുറത്തിരിക്കുന്ന എന്റെ ഉസ്താദല്ലേ? എന്റെ ഹക്ക്, എന്റെ പ്രസ്ഥാനം ഹക്കാണെങ്കിൽ ഉസ്താദ് ബാത്തിലായി പോകുമോ എന്ന് സംശയം ചോദിക്കുന്ന ഉള്ളാൾ ഞങ്ങള്. അപ്പൊ അതിന് കിട്ടിയ മറുപടി എത്ര? ഉള്ളാൾ ഞങ്ങൾ പറയുകയാണ്, ഇജ്ജ ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അവിടെ ഉറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ നോക്കൂ നിങ്ങള്. എന്താ ഇതിന്റെ അർത്ഥം? എന്താ ഇതിന്റെ അർത്ഥം? ഇനിയും വിശദീകരിക്കണോ? മുതലക്കുളം തൊട്ട് മംഗലാപുരം വരെ മർഹൂം നാട്ടുകവി മൂസ മുസ്ലിയാർ വിശദീകരിച്ചപ്പോൾ ഒരു സ്ഥലത്ത് പോലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ തിരുത്തുന്നോ പിൻവലിക്കുന്നോ എന്ന് പറഞ്ഞിട്ടില്ല. ശംസുൽ ഉലമയെ പറ്റി, വഫാത്തായി പോയ പണ്ഡിതനെ പറ്റി, സമസ്തയുടെ നേതാവിനെ പറ്റി, അതേ സ്വന്തം ഉസ്താദിനെ പറ്റി, പഠിപ്പിച്ച ഉസ്താദിനെ പറ്റി അങ്ങനെ പറയാവോ? ചെറിയ മുത്തഅല്ലിമീങ്ങളെ ഞാൻ ചോദിക്കട്ടെ, ചെറിയ മക്കളെ ഞാൻ ചോദിക്കട്ടെ, പഠിപ്പിച്ചു തന്ന ഉസ്താദ് അതെത്ര മോശക്കാരനാണെങ്കിലും, പെറ്റുപോറ്റിയ മാതാപിതാക്കൾ അവരെത്ര മോശക്കാരാണെങ്കിലും, ഈ പ്രയോഗം എന്താണ് എന്ന് നിങ്ങൾ ചുരുക്കിയത് വിശദീകരിക്കൂ. ചെറിയ രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് പറയാൻ ഞങ്ങൾ ശംസുൽ ഉലമന്റെ ആൾക്കാരാണ്. എന്ത് വിഡ്ഢിത്തായത്! മഹാനായ ഹൈദർ അലി ശിഹാബ് തങ്ങളെ നിങ്ങൾ പുറങ്കാലുകൊണ്ട് നിങ്ങൾ തട്ടിമാറ്റണമെന്ന് പറഞ്ഞ പ്രസംഗം ബഹുമാനപ്പെട്ട രാമന്തളിയുടെ കേൾപ്പിച്ചു. മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങളെ നിങ്ങൾ വെട്ടിമുറിച്ചുകൊണ്ട്
അവിടുത്തെ ചിത്രം വെട്ടിമുറിച്ചുകൊണ്ട് സെൻസിംഗിൽ നിങ്ങൾ പ്രസിദ്ധീകരിച്ചു. രാമൻ നളിത് എന്താ ഇടാനെന്ന് എനിക്കറിയില്ല. മൂപ്പർ സെൻസിംഗിന്റെ പഴയ എഡിറ്റർ ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെയൊന്നുമല്ല, മൂപ്പർ തൗബ ചെയ്ത് വന്ന ആളാ. നോക്കൂ നിങ്ങള്, സെൻസിംഗ് എന്നൊരു പത്രം മഹാനായ ഉമറിന് തങ്ങളെ 6 കഷ്ടമാക്കി മുറിച്ചിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ലേ? തങ്ങളെപ്പറ്റി എന്തൊക്കെ അസഭ്യങ്ങളാണ്, എന്തൊക്കെ അശ്ലീലതകൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പത്രം കുഴിച്ചു മൂടിയിട്ടാ ബഹുമാനപ്പെട്ട രാമന്തളി സമസ്തയിലേക്ക് വന്നത്. നിങ്ങൾ നോക്കൂ, വലിയ തങ്ങളെപ്പറ്റി മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഖാദിയായപ്പോൾ തങ്ങൾക്കെതിരെ ലേഖനം എഴുതി. ആ ലേഖനത്തിന്റെ വാർത്ത പുറം പേജിൽ പ്രത്യേകം ചിത്രത്തോടുകൂടി വരച്ചു കാണിച്ചുകൊണ്ട് ശിഹാബ് തങ്ങൾ ഖാദി സ്ഥാനത്തെ അപമാനിക്കരുത്, തങ്ങൾ ഖാദി സ്ഥാനത്തായതുകൊണ്ട് അപമാനമാണ് എന്ന അർത്ഥത്തിൽ തലക്കെട്ടെഴുതി തങ്ങളെപ്പറ്റി എന്തൊക്കെ നിങ്ങൾ ലേഖനം. അത് മുഴുവൻ ഇവിടെ വായിക്കണോ? SSFകാരന്റെ ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഉദ്ധരിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ വാദം ഇവിടെ ഉന്നയിക്കരുത്. മഹാവിഡ്ഢിത്താണത്. ഞങ്ങളാളാണ് ശിഹാബ് തങ്ങള്, ഞങ്ങളാളാണ് ഉമറലി ശിഹാബ് തങ്ങള്, ഞങ്ങളാളാണ് ശംസുൽ ഉലമ എന്ന് പറയുന്ന ഈ വാദം നിങ്ങളെ പഠിപ്പിച്ച ഇരട്ട തലതയായ പേരോടിന്റെ ഒരു തട്ടിപ്പാണിത്. മൂപ്പരാണ് അങ്ങോട്ടും പിടിക്കും ഇങ്ങോട്ടും പിടിക്കും, എവിടെ മൂപ്പരെ പിടിച്ചാൽ കിട്ടൂല. അതും പറയും ഇതും പറയും. കോഴിക്കോട് വെച്ച് പ്രസംഗിച്ചു. മഹാനായ ബഹുമാനപ്പെട്ട അരിമ്പറ ഉസ്താദിനെ പറ്റി പറഞ്ഞു, മസലഹു കമസലിൽ കൽബ്, നായനെ പോലെയാണ് ആ മനുഷ്യൻ. അതേ മനുഷ്യൻ അപ്രസംഗം കഴിഞ്ഞ് ട്രെയിന് കയറിയിട്ട് കാസർഗോഡ് വന്ന് പ്രസംഗിച്ചു, മുസ്ലിമീങ്ങളെ ഭിന്നിക്കാൻ പാടില്ല, നമ്മൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണം. കോഴിക്കോട് സഖാഫി സംഗമത്തിൽ പ്രസംഗിച്ച മനുഷ്യൻ അരിമ്പറ ഉസ്താദ് എന്ന വലിയനെ പറ്റി, മർക്കസിൽ ദുആ സമ്മേളനത്തിന് കൊല്ലം കൊണ്ടുപോകുന്ന അരിമ്പറ ഉസ്താദിനെ പറ്റി, അരിമ്പറ ഉസ്താദ് ഇവരുടെ അനീതി കണ്ട് തുറന്നടിച്ചപ്പോൾ, ഇവർ മുബത്തദീകളാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഉടനെ പ്രസംഗിച്ചത് മസലഹു കമസലിൽ കൽബ്, പട്ടിയെ പോലെയാണ് അരിമ്പറ ഉസ്താദ് എന്ന് പ്രസംഗിച്ച അതേ പേരോട് അതേ നാവ് കൊണ്ട് അതേ ദിവസം ആ ടൗണിൽ നിന്ന് ട്രെയിന് കയറിയിട്ട് കാസർഗോഡ് വന്ന് പ്രസംഗിച്ചത്, ഓ ജനങ്ങളെ, നിങ്ങൾ ഒറ്റക്കെട്ടാകണം, ഭിന്നിക്കാൻ പാടില്ല, മുസ്ലിമീങ്ങൾ ഗ്രൂപ്പിന്റെ പിന്നിൽ പേരിൽ ആലിമീങ്ങളെ ചീത്ത പറയാൻ പാടില്ല. ഇങ്ങനെ പേരോടിനല്ലാണ്ട് പറയാൻ കഴിയും ഭൂമിയിൽ? ഇത്ര തൊലിക്കട്ടി ഇത് പേരോടിനല്ലാതെ കഴിയോ? ഈ പേരോടിന്റെ തട്ടിപ്പാണിത്. എന്ത്? തങ്ങന്മാരെ പുളിച്ച ചീത്തയും പറയാ, ഇപ്പുറത്ത് നേരെ തിരിച്ചു പറയും. ഒരു സ്ഥലത്തുനിന്ന് പറയും തങ്ങന്മാരാണെങ്കിൽ തെറ്റ് ചെയ്താൽ തെറ്റാണ്, മൂത്രത്തിൽ വീണാൻ നജസല്ലേ. അതേ മനുഷ്യൻ ഇപ്പുറം എന്ന് പറയും മൂത്രത്തിൽ വീണാലും മുത്ത് തന്നെയാണ്, അതുകൊണ്ട് കുറ്റം പറയാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, ഇരട്ടത്തലയാണ് ഈ തല. പേരോടിനല്ലാതെ ആർക്കാണുള്ളത്? ഇതാണ് SSFകാരൻ ഇവിടെയും പയറ്റാൻ നോക്കുന്നത്. അതുകൊണ്ട് സാധ്യമല്ല മക്കളെ. നിങ്ങളറിയോ ഇതുകൊണ്ടെന്താ അനർത്ഥമുണ്ടായത്? അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും വേദനിപ്പിക്കുന്നവർ നിങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ സമൂഹത്തിന് മുമ്പിൽ ഏറ്റവും മികഴ്ത്തുന്നത് AP വിഭാഗമേ നിങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, നിങ്ങൾക്കിത് അവസാനിപ്പിച്ച് തൗബ ചെയ്ത് മടങ്ങലാണ് ഏറ്റവും ഉചിതം. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അവതരിപ്പിച്ചല്ലോ. രാമന്തളി മുഹമ്മദ് കൃത്യമായി ഇവിടെ പറഞ്ഞു റസൂലുള്ളാഹിന്റെ മുടിന്റെ നീളം. SSFകാരൻ അവതരിപ്പിക്കുന്ന മുടി അതാ. SSFകാരാ, നിങ്ങൾക്ക് പറയാൻ കഴിയോ ഞങ്ങളുടെ മുടി അങ്ങനെയല്ല എന്ന്? നിങ്ങൾ ഹസ്രജി ഉണ്ടല്ലോ, ഹസ്രജിന്റെ കയ്യിലുള്ള മുടിക്കത്ര വലിപ്പം നിങ്ങൾ പറ. നിങ്ങൾ ബോംബെയുടെ ജാലിയാവാലുണ്ടല്ലോ, ഇക്മാൽ വലി ജാലിയ വാലി, അയാളുടെ കയ്യിലുള്ള മുടിക്കത്ര നീളുണ്ട്. റസൂലുള്ളാഹിന്റെ മുടിയല്ലേ? എന്നാ ഇതാ OM തെരുവണക്കായൻ എഴുതിയ സിറാജ് പത്രത്തിൽ വന്ന തുടർലേഖനം. ആ തുടർലേഖനം പുസ്തകമാക്കി വന്ന് ഷേറെ മുബാറക്ക് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിന്റെ 20ാമത്തെ പേജിൽ OM തെരുവണ എഴുതുന്നു അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി. എന്റെ മുഅ്മിനീങ്ങളെ, അടങ്ങിയിരിക്കാൻ ഇവിടെ ഒഴിവില്ല. ഓറിയന്റലിസ്റ്റുകാർ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി വിചിത്രമായി എഴുതിയപ്പോൾ, ലോകത്ത് എവിടെയൊക്കെ ഡെൻമാർക്കിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ വിചിത്രമായ ചിത്രം പ്രസിദ്ധീകരിച്ചപ്പോൾ ലോകം മുഴുവനും പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, ലോകം മുഴുവനും അതിനെതിരെ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ പറയട്ടെ, ഭൂമി മലയാളത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ വികൃതമാക്കാൻ വേണ്ടി വന്ന ഈ കാരന്തൂറികളുണ്ടല്ലോ, അവർ അള്ളാഹുവിന്റെ റസൂലിനെ വികൃതമാക്കുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ അടങ്ങിയിരിക്കാൻ ഒരിക്കലും SKSFകാരന് സാധ്യമല്ല. എന്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇത് ചെറിയ കാര്യമല്ല. ആ മുടിയാണ്, കാണട്ടെ, ആളുകൾ കാണട്ടെ. ഇത് റസൂലുള്ളാഹിന്റെ മുടിയാ പോലും. എന്നാ ഓൻ തെളിവ് എഴുതുന്ന നോക്കിക്കോളൂ നിങ്ങൾ. കൃത്യമായി തെളിവ് പറയണം. ഈ മുടിന്റെ നീളത്തിന് തെളിവ്. ഇത്ര മുടി നീളുണ്ടായിരുന്നു റസൂലുള്ളാഹിക്ക്. എന്താണ് അദ്ദേഹം പറയാണ്? ഹുദൈബിയയിൽ നീക്കം ചെയ്ത തിരുവേഷങ്ങൾക്ക് ചുരുങ്ങിയത് 6 വർഷത്തെ വളർച്ചയെങ്കിലും കാണും.
അള്ളാഹുവിന്റെ റസൂൽ ഹുദൈബിയയിൽ വെച്ച് മുടി കളഞ്ഞപ്പോൾ അതിന്റെ 6 കൊല്ലം മുമ്പേ മുടി വെട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ മുടി കളഞ്ഞിട്ടുള്ളൂ. അപ്പൊ 6 കൊല്ലം നീളമുണ്ടായ മുടിയാണത്. അതുകൊണ്ട് അത്ര നീളോ. ആര്? OM തിരുവണ പ്രസിദ്ധീകരിച്ചത് സറജ എന്ന കള്ളം പറയുന്ന സിറാജിൽ. എന്നിട്ട് അത് പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അഹ്ലുസുന്ന പബ്ലിക്കേഷൻസ് ആണ് അഹ്ലുൽ ബിദ്അത്തിന്റെ ഈ വാദം അവതരിപ്പിച്ചത്. നിങ്ങൾ ആലോചിക്കൂ, ഇത് പറയുമ്പോ SKSFR പ്രതിരോധിക്കുന്നു മനസ്സിലാക്കിയിട്ട് മൂപ്പറേനെ തെളിവ് പറയാം. ശരിക്കും ശ്രദ്ധിച്ചോളൂ. 6 വർഷം ഒരാൾ മുടി നീക്കാതിരുന്നാൽ അതിനെത്ര നീളം കാണും? വിവാദം തിന്നു നടക്കുന്നവർക്ക് വിവരിച്ചു കൊടുത്താൽ മതിയാവുകയില്ലല്ലോ, അവർക്ക് നേരിട്ട് കാണണം. അതുകൊണ്ട് കണ്ടുബോധ്യപ്പെടാൻ ഒരു മാർഗം നിർദ്ദേശിക്കാം. കൂരിയാടിനെയും ബഹാവുദ്ദീൻ അദിവിനെ, അമ്പലക്കടവിനെയും ഹമീദ് ഫൈസിനെ, കണ്ണാടിപ്പറമ്പ് മുക്തേടൻ കൂടത്തായി തുടങ്ങിയവരെയും അവരെയൊക്കെ എന്താ വേണ്ടത്? കൂട്ടത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ഹുസൈൻ മടവൂര് എന്നീ സഖ്യകക്ഷി പ്രതിനിധികളെയും 6 വർഷം ബാർബർ ഷോപ്പിൽ കയറ്റാതെ പോറ്റണം. എന്നിട്ട് നമുക്ക് മുടിയുടെ അളവെടുക്കാം. അപ്പോഴറിയാം റസൂലുള്ളാഹി ഹുദൈബിയിൽ നീക്കം ചെയ്ത ഷേർ മുബാറക്കിന്റെ നീളം എത്രയുണ്ട് എന്ന്. അപ്പൊ റസൂലുള്ളാഹിന്റെ മുടിക്ക് 6 വർഷത്തെ പഴക്കമുള്ളത് കൊണ്ട്, 6 വർഷം വെട്ടാത്തത് കൊണ്ട് ഇത്ര നീളമുണ്ട് എന്ന് അമ്പലക്കടവും അതുപോലെ എസ്കക്കാരും വിശ്വസിക്കൂലെങ്കിൽ നിങ്ങൾ പൂട്ടിയിട്ടിട്ട് 6 വർഷം മുടി വെട്ടാതിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും മുടിക്ക് ഇത്ര നീളം ഉണ്ടാകും. റസൂലുള്ളാഹിന്റെ മുടി ഇത്ര തന്നെയാണ്. നിങ്ങൾ ആലോചിക്കൂ സഹോദരങ്ങളെ, മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മുടി ഇതാണെന്ന് പറഞ്ഞാൽ തങ്ങൾക്കിത് കൊണ്ട് വല്ല വിഷമവുമുണ്ടോ? തങ്ങൾക്കിതിൽ വല്ല വികൃതമാക്കലും ഇതിലുണ്ടോ? ഞാൻ പറയണ്ട. ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു ശാഖ SKSFന്റെ പ്രവർത്തകര് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി ഏൽപ്പിക്കാർ അവതരിപ്പിക്കുന്ന മുടി സമൂഹത്തിന്റെ മുമ്പിൽ വികൃതമാക്കി കാണിക്കുന്ന നബിയുടെ ചിത്രം SKSFR പ്രതിഷേധത്തോടെ ഒരു സ്ഥലത്ത് വരച്ചപ്പോൾ ആ വരച്ചതിനെ സംബന്ധിച്ച് ഒരു സഖാഫി പ്രസംഗിക്കുന്ന കേട്ടോളൂ നിങ്ങൾ, എന്താണ് അതിന്റെ പ്രശ്നമെന്ന്. ഒരു വിഷയം ആണ് ഷഅറേ മുബാറക്. ഈയിടെ ഒരു നാട്ടിലൂടെ യാത്ര ചെയ്തപ്പോൾ അവിടെ ഒരാളുടെ തല വരച്ചിട്ടുണ്ട്. ആ തലയിൽ നിന്ന് ഒരുപാട് നീണ്ട മുടികൾ ഇങ്ങനെ ഒന്നായിട്ട് തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആ തലയും തൂങ്ങിക്കിടക്കുന്ന ആ മുടിയും ഒന്നായിട്ട് ഇങ്ങനെ ഒരു കാർട്ടൂൺ വരച്ചിട്ടുണ്ട്. എന്നിട്ട് മർക്കസിലെ ഷഅറേ മുബാറക്കിനെയും AP ഉസ്താദിനെയും ഒക്കെ പരാമർശിക്കുന്ന കുറെ വാക്കുകളും അതിന്റെ ചുവട്ടിൽ എഴുതിയിട്ടുണ്ട്. ഇത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഇങ്ങനെ കണ്ടും വായിച്ചും കൊണ്ടിരിക്കുന്നു. ഈ രംഗം കണ്ടപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. എന്തിനാ കരഞ്ഞേ? അടക്കട്ടെ, എന്തിനാ കരഞ്ഞേ? ഈ രംഗം കണ്ട് നാനാജാതിക്കാർ കണ്ടാൽ റസൂലുള്ള വികൃതമാകും. അപ്പൊ മൂപ്പർക്ക് കരച്ചിൽ വരിക. അപ്പൊ ഈ എഴുതിയാലോ? നിങ്ങൾ ഈ മുടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റൂമിൽ വെച്ചാലോ? പറയട്ടെ മൂപ്പര്. കാരണം ഈ തല ഓർമ്മിപ്പിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തലയെ സൂചിപ്പിക്കാനല്ലേ ഈ തല വരച്ചിട്ടുള്ളത്. നിങ്ങൾ ഇത്ര മുടി നീളമുള്ള മുടി റസൂലുള്ളാഹിക്ക് ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ വരച്ചത്? പറയട്ടെ. ആ തലയിൽ നിന്ന് വികൃതമായ രൂപത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഈ മുടികളൊക്കെ വരച്ചിരിക്കുന്നത് സരോജിനിയും സാവിത്രിയും എന്ത് മനസ്സിലാക്കണം? ഇങ്ങനെയാണോ മുഹമ്മദ് നബിയുടെ തല? ഇതായിരുന്നോ മുഹമ്മദ് നബിയുടെ മുടി? ഇത് സാധാരണക്കാരന് ചിന്തിപ്പിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഈ കാർട്ടൂൺ വരച്ചു വച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ ആമുഖത്തിൽ ഈ വിഷയം കൊണ്ടുവന്നത് ആലോചിക്കാതെയല്ല. ഒരു തല വരച്ചിട്ട് ആ തലയിൽ ഈ രൂപത്തിൽ വികൃതമായ ഒരുപാട് മുടികൾ അതിങ്ങനെ കാണുമ്പോൾ ഏത് രൂപത്തിലുണ്ട്? ശരിക്കും ഒരു പിശാചിന്റെ അല്ലെങ്കിൽ. അപ്പോ അള്ളാഹുവിന്റെ റസൂലിന് ഏൽപ്പിക്കാർ അവതരിപ്പിച്ച മുടി 6 കൊല്ലം പൂട്ടിയിട്ടിട്ട് അമ്പലക്കടവിനെ കൊണ്ടും അതുപോലെ തന്നെ മുത്തേടത്തിനെ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ നേതാക്കളെ കൊണ്ടും നിങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കി കണ്ടു മനസ്സിലാക്കണമെന്ന് നിങ്ങൾ വായിച്ച് എഴുതി സ്ഥിരപ്പെടുത്തിയ ഈ മുടി, ആ മുടി പിശാചിന്റെ മുടിയാണെന്ന് ഇതാ സഖാഫി പറയുന്നു. ഈ പിശാചിന്റെ മുടി അള്ളാഹുവിന്റെ റസൂലിനുണ്ട് എന്ന് തെരുവണക്കാരൻ എഴുതിയില്ലേ സഖാഫി? നിങ്ങൾ അതിനെ അനുകൂലിച്ചില്ലേ? നിങ്ങൾ അങ്ങനെ അത്ര നീട്ടിയ മുടിയുള്ള ചാരിയ വാളനെയല്ലേ നിങ്ങൾ വലി എന്ന് പറയുന്നത്?
ആ മുടിയല്ലേ ഹസ്രജിന്റെ കയ്യിലുള്ളത്? ആ മുടിയല്ലേ നിങ്ങൾ ന്യായീകരിക്കുന്നത്? ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ ആലോചിച്ച് മനസ്സിലായി വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പറയട്ടെ തുടർന്ന്. ഒരു മാനസിക രോഗിയുടെ അല്ലെങ്കിൽ ഒരു ഭ്രാന്തന്റെ ഈ കാർട്ടൂൺ വരച്ചു വെച്ചുകൊണ്ടാണ് ഷഅറെ മുബാറക്കിനെ പരിഹസിച്ചുകൊണ്ട് ഫ്ലക്സുകൾ ചില സ്ഥലങ്ങളിൽ. അപ്പുറത്തിരിക്കുന്ന ആളുകൾ ആരായിരുന്നാൽ അവർ തങ്ങന്മാരായാലും മുസ്ലിംമാരായാലും ഇനി ഔലിയാക്കളായാലും ശരി, അവരോട് ഈമാനിന്റെ ഭാഷയിൽ ഇതിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ് അല്ല കേട്ടോ കൂട്ടന്മാരെ, നിങ്ങളാണ് ഇതിന് കാരണക്കാര്. നിങ്ങളാണതിന് കാരണക്കാര്. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി നിങ്ങളത് പറഞ്ഞില്ലേ? ഈ മുടി റസൂലുള്ള കൊണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടല്ലേ ഈ അവസ്ഥ വന്നത്? എന്നാൽ നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയുടെ നീളം നിങ്ങൾക്കറിയുമോ? ഈ അബദ്ധം ചില ആളുകൾ, വല്ല വിവരമുള്ള ആളുകളെന്ന് തോന്നുന്ന സമൂഹത്തിൽ വിലയുള്ള പേരുള്ള ചില ആളുകൾ പോലും ഈ അബദ്ധം അറിയാതെ എഴുതിയും പറഞ്ഞും പോയിട്ടുണ്ട്. അബദ്ധമാണത്. മഹാന്മാരായ ഇമാമുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയുടെ നീളം വളരെ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം സഹീഹിൽ, ഇമാം ബുഖാരി സഹീഹിൽ അവരുടെ ഹദീസുകൾ ഉദ്ധരിച്ചതിന് വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമുകൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, നബിതങ്ങളുടെ മുടി ഏറ്റവും നീണ്ടാൽ പെരടിന്റെ പുറം മറങ്ങിയിട്ടില്ല. പെരടിയോളം തട്ടുന്ന അത്ര വരെ നബി തങ്ങളുടെ മുടി നീണ്ടിട്ടുണ്ട്. അതിനപ്പുറം നബിയുടെ മുടി ഒരിക്കലും നീണ്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ വളരെ കൃത്യമായി പറയുകയാണ്. എത്രത്തോളം? 6 കൊല്ലം വെട്ടി 6 കൊല്ലത്തിനിടയിൽ കളഞ്ഞിട്ടില്ല എന്ന ഹദീസിനെ ഇമാമുകൾ ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയൊന്നും അവർ കണ്ടിട്ടില്ല. 6 കൊല്ലം നബി തങ്ങൾ മുടി കളഞ്ഞിട്ടില്ലെങ്കിൽ മുടി എത്ര നീണ്ടു കാണും? നബിയുടെ പെരടിയിലേക്ക് എത്തുന്നതല്ലേ നീണ്ട മുടി. 6 കൊല്ലം കളയാതിരിക്കുമ്പോൾ പിന്നെ അതിനേക്കാളും താഴെ ഇറങ്ങിപ്പോകുമോ? ഇമാമുകൾ അതിന് 2 മറുപടിയാ പറഞ്ഞത്. ഒന്നുകിൽ 6 കൊല്ലത്തിനിടയിൽ നബി വെട്ടിയിട്ടില്ല, കളഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. വെട്ടിയിട്ടുണ്ടാവാം. വെട്ടി എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിലും വെട്ടിയിട്ടുണ്ടാകാം. ഇതാരാ പറയുന്നത്? ഇമാമിങ്ങളാണ്. ഇമാമിങ്ങളെല്ലാം ആ ബാജൂരി, അതുപോലെ തന്നെ മഹാനായ ഇമാം സുയൂത്തി തുടങ്ങുന്ന ഇമാമുകൾ. അല്ലെങ്കിൽ നബിതങ്ങളുടെ മുടി വെട്ടിയിട്ടില്ലെങ്കിലും പെരടിനെ മുട്ടുന്ന അത്രയേ നീണ്ടിട്ടുള്ളൂ എന്ന് വളരെ കൃത്യമായി ഇമാമിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഒരു മൗലവിന്റെ വിശദീകരണവും ഇതിനെതിരായി പറഞ്ഞാൽ ഈ ഉമ്മത്ത് സ്വീകരിക്കാൻ പാടില്ല. ഇനി പേരോട് പറയട്ടെ, റസൂലുള്ളാഹിന്റെ മുടിക്ക് എത്ര നീളമുണ്ട് പറയട്ടെ. പിന്നെന്താ പരിപാടി എന്നറിയും? ഏകദേശ കള്ളത്തരീക്കതാരെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് കാണാം. മുടിക്ക് നീളം കണക്കുണ്ടാവില്ല. പെണ്ണുങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ മുടിയായിരിക്കും. ഏകദേശ കള്ളത്തരീക്കത്തർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട്. ഈ കാതിന്റെ ചുവടുള്ള സ്ഥലത്തിനപ്പുറം വെട്ടിക്കളയണമെന്നാണ്. അതിനപ്പുറം ഇത് നിങ്ങൾ കോയൻ തെരുവണക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. സക്കാഫി, ഈ പുസ്തകം നിങ്ങൾ പിൻവലിക്കണം. സക്കാഫി, ഇത് ആരോടായി പറയും? നിങ്ങൾ വലിയ ഹീറോ അല്ലേ? നിങ്ങൾ വലിയ ഹീറോ അല്ലേ? എ പി വിഭാഗത്തിന്റെ ഹീറോ അല്ലേ? പറയട്ടെ, റസൂലുള്ള ഇതിനപ്പുറം ഇറക്കിയിട്ടില്ല. കള്ളത്തരീക്കത്താറ പരിപാടിയാണ് ഇത്. ഓയൻ തെരുവനോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ സിറാജ് നിങ്ങൾ പിൻവലിപ്പിക്കണം. അതിനടിച്ച് പൂട്ടണം. നിങ്ങൾ റസൂലുള്ളാഹിയെ പറ്റി പിശാച്ചായി സരോജിന്റെ മുമ്പിൽ, ഈ രാജ്യത്തുള്ള നാനാജാതിക്കാരുടെ മുമ്പിൽ വികൃതമായി അവതരിപ്പിച്ച നിങ്ങളെ കള്ള സിറാജ് ഉണ്ടല്ലോ, പൂട്ടാൻ നിങ്ങൾ വയലു പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പറയുന്നതിൽ നീതിയുണ്ടെങ്കിൽ. ചുവടുള്ള സ്ഥലത്തിനപ്പുറം വെട്ടിക്കളയണമെന്നാ. അതിനപ്പുറം നീട്ടിവെക്കുന്ന മുടി അത് ഞാനൊരു വലിയ ആളാണെന്ന് നിനക്ക് വെക്കണേ ഹറാമാണ് എന്നാ, അല്ലെങ്കിൽ തന്നെ പാടില്ലാത്തതാണ്. പക്ഷേ നീണ്ട മുടി നിങ്ങൾക്ക് കാണാം. ഇപ്പൊ പിടിക്കേണ്ട സാധനങ്ങളെല്ലാം. ഇനി ഇവിടെ SSFകാര് പ്രസംഗിച്ച മറ്റൊരു കാര്യം, ഞങ്ങൾ ആരെയും കുറ്റം പറയാറില്ല. ഈ ഈക്കക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് കുറ്റം പറയലിനെ പണിയുള്ളൂ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ ആലോചിക്കണം. ഞങ്ങളെ ആരെപ്പറ്റിയെങ്കിലും, ഞങ്ങളുടെ നേതാക്കളെ പറ്റി വല്ല കുറ്റവും പറയാൻ നിങ്ങൾക്കുണ്ടോ? നിങ്ങളെ കാന്തപുരം പലിശ കേസിൽ പ്രതിയല്ലേ? ചെറുശ്ശേരി ഉസ്താദിന്റെ പേരിൽ 5 പൈസന്റെ നയാ പൈസന്റെ പേരിൽ ആരോപണമുണ്ടോ? നിങ്ങളെ മാളക്കേസ് നിങ്ങൾക്ക് തീർന്നിട്ടുണ്ടോ? പള്ളിക്ക് പിരിച്ച പൈസ എവിടെ? ഇത് ഈ രാജ്യത്തുള്ള സാധാരണക്കാരന്റെ ചോദ്യമല്ലേ? ഇന്ന് വരെ പള്ളിക്ക് വേണ്ടി 1 റുപ്യ പിരിച്ചിട്ട് വിനിയോഗിക്കാത്തൊരു കഥ മഹാനായ ചെറുശ്ശേരി ഉസ്താദിനെ പറ്റി പറയാൻ പറ്റുമോ? കാന്തപുരത്തെ പറ്റി ലൈംഗിക ആരോപണം ഉന്നയിച്ചത് SKSF അല്ലല്ലോ. അതെ, ഇവിടുത്തെ പാൽക്കോ ക്രൈമും ക്രൈം മാസികയുമല്ലേ രേഖപ്പെടുത്തിയത്? ഞങ്ങളല്ലല്ലോ. ഞങ്ങളെ ചെറുശ്ശേരി ഉസ്താദിനെ പറ്റി, ഞങ്ങളെ കോയക്കുട്ടി ഉസ്താദിനെ പറ്റി, ഞങ്ങളെ കാലമ്പാടി ഉസ്താദിനെ പറ്റി എന്തെങ്കിലും പറയാൻ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ആലോചിക്കണം.
അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാനില്ലാത്തത്. ഞങ്ങൾ പറയട്ടെ, നിങ്ങളെ പറ്റിയുള്ള ആരോപണങ്ങൾ ഞങ്ങളിവിടെ പറഞ്ഞത് മുഴുവനും ദീനിനു വേണ്ടിയല്ലാതെ ഞങ്ങളെ താല്പര്യത്തിന് വേണ്ടി പറഞ്ഞിട്ടില്ല. പലപ്പോഴും അനിവാര്യമായ ഘട്ടത്തിലല്ലാതെ ഞങ്ങൾ വിശദീകരിച്ചിട്ടില്ല. എന്നാൽ ഇവരെ സ്വഭാവം എന്താ? ഇവരെ ഭാഷ എന്താ? മേലെ നിങ്ങൾ തുടങ്ങുക. എന്താ ഭാഷ? ഓരോരുത്തർ ഉപയോഗിച്ച ഭാഷകൾ. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് ആരായിരുന്നു? കാളമ്പാടി ഉസ്താദ് രണ്ടാം കണ്ണിയത്ത് നിന്നാ കേരളം കാളമ്പാടി ഉസ്താദിനെ വിളിച്ചത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും തന്റെ ലാളിത്യം കൈവിടാതെ സമസ്തയുടെ ഏറ്റവും ഉന്നത പോസ്റ്റിലിരിക്കുമ്പോഴും തന്റെ വീട്ടിലേക്ക് പോകാൻ ഒരു ഓട്ടോറിക്ഷന്റെ വഴി പോലും വെട്ടാതെ ഏറ്റവും ലാളിത്യത്തോടെ ജീവിച്ച് വഫാത്തായിപ്പോയ മഹാനായ കാളമ്പാടി ഉസ്താദ് അവர்கள் അവിടുന്ന് വഫാത്താകുന്ന സമയം ഈ പാവപ്പെട്ട ഞാൻ ഒമാനിലെ സോഹാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ കാറിൽ ഓടുമ്പോൾ കാളമ്പാടി ഉസ്താദ് വഫാത്തായി എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ഉടനെ തിരിച്ചു മസ്കത്തിലേക്ക് വാഹനം. മസ്കത്തിലെത്തുമ്പോഴേക്ക് ഏകദേശം വൈകുന്നേരമാകുമ്പോൾ എല്ലാ പള്ളികളിലും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാ. ജോലി കഴിഞ്ഞ് 11 മണിക്കും 12 മണിക്കും സാധാരണക്കാരൊന്ന് ജനാനമസ്കാരത്തിൽ കൂടാൻ. ആരാണിവരെന്നറിയുമോ? ഇവർ കാളമ്പാടി ഉസ്താദിനെ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇവർ കാളമ്പാടി ഉസ്താദിന്റെ ശബ്ദം ഇന്നുവരെ കേട്ടിട്ടില്ല. ഇവർ കാളമ്പാടി ഉസ്താദുമായി ഒരു പരിചയവുമില്ല. ഇവർ കാളമ്പാടി ഉസ്താദിന് മുദ്രാവാക്യം വിളിച്ചവരല്ല. പക്ഷേ അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ മനസ്സിൽ ഇതാ കബൂലിയത്ത് നൽകിയിരിക്കുന്നു. എന്തോ എവിടുന്നോ കാളമ്പാടി ഉസ്താദിനെ പറ്റി അവരെ മനസ്സിലേക്ക് കേട്ടെത്തിയ അനുഭവം വെച്ച് മുഅ്മിനീങ്ങൾ ഒഴുകി ഒഴുകി വന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ നാട്ടിലും നഗരങ്ങളിലും കാളമ്പാടി ഉസ്താദിന്റെ ജനാസ സംസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, നാളുകളോളം അനുസ്മരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയുമോ ഇതെന്തുകൊണ്ടാണെന്ന്? തന്റെ കാറിന്റെ വലിപ്പം കൊണ്ടല്ല, തന്റെ വാഗ്വിലാസം കൊണ്ടല്ല, തന്റെ പിരിവിന്റെ കെങ്കേമറ്റം കൊണ്ടല്ല, തന്റെ ബിൽഡിംഗ് സമുച്ചയങ്ങളോടുള്ള പോരാട്ടം കൊണ്ടല്ല, തന്റെ സംഘടനാ പാഠമത്തം കൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെട്ട ഒരു ഉഖ്റവിയായ ആലിമായിരുന്നു. ആ കാളമ്പാടി ഉസ്താദിനെ പറ്റി നിങ്ങൾ എന്താ പറഞ്ഞത്? കാള എന്ന് പറഞ്ഞിട്ടില്ലേ? നാടൻ ഞങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞോളി. ഒരു ഫൈസിയാണ്, അല്ലെങ്കിൽ ആശിർ ഉസ്താദാണ്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട രാമന്തൽ, നിങ്ങളൊക്കെ പറഞ്ഞോളി. കാളമ്പാടി ഉസ്താദിനെ പറ്റി നിങ്ങൾ ചീത്ത പറഞ്ഞതിന്റെ ശറഇന്റെ വിധി എന്താ? പേരോട് പറ. നിങ്ങൾ തോഫ വായിച്ച് പറ. നിങ്ങൾ മുടി കത്തുന്നതിന്റെ വിധി വെച്ചിട്ടില്ല, ശറഇയായ വിധി എന്താ പറയൂ. കാളമ്പാടി ഉസ്താദിനെ പറ്റി കാള എന്ന് പ്രസംഗിച്ചവരാരൊക്കെയാ? ചെറിയ തലം മുതൽ മേലെ തലം വരെ ഞാൻ എണ്ണിത്തരാം. കുറച്ചൊക്കെ കേട്ടോളൂ. ഇനിയും വേണ്ടി വന്നാൽ ഇടാൻ ബാക്കി വെക്കുക. ചിത്താരി വരെ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിലുണ്ട്. കാള എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? കാള എന്ന് ശംസുലമിന് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനെ പറ്റി. എന്നിട്ട് നിങ്ങൾ നല്ല വെള്ള ചമയ. ഞങ്ങൾ ആരെയും കുറ്റം പറയാറില്ല. ഒരു 25 ആളുകളുടെ ക്ലിപ്പ് വേണമെങ്കിൽ ഞാൻ ഇപ്പം കേൾപ്പിച്ചത്. നിങ്ങൾ ചീത്ത മാത്രം പറയുന്നു. കുറച്ച് കേട്ടോളൂ. ഒരു കൂട്ടം ക്ലിപ്പുകൾ. കാള പ്രസിഡന്റാകാൻ യോജിപ്പുള്ള തെരഞ്ഞെടുപ്പ് മൂരി കമ്പനിക്ക് കാള പ്രസിഡന്റാകാൻ യോജിപ്പുള്ള തെരഞ്ഞെടുപ്പ് പറഞ്ഞിരിക്കുന്നു. മൂരി കമ്പനിക്ക് കാള പ്രസിഡന്റാകാൻ യോജിപ്പുള്ള തെരഞ്ഞെടുപ്പ് പറഞ്ഞിരിക്കുന്നു. അടുത്ത ആള് പങ്കുകൊണ്ട് അതേ പദം തലപ്പത്തുള്ള ആള് പ്രസിഡന്റാക്കിയതോടുകൂടെ മറുഭാഗത്തിന്റെ മൂലീസം കൂടുതൽ പ്രകടമാകുമെന്ന് നാം മനസ്സിലാക്കിയതുകൊണ്ട് കാളക്കൂട്ട് എന്നാണ് കാളക്കൂട്ട് എന്നാണ് പറയാറുള്ളത്. കാളക്കൂട്ട് എന്നാണ് പറയാറുള്ളത്. കുറച്ചിട്ട് നീളു ഇനി ഒരുപാടുണ്ട്. കാളമ്പാടി ഉസ്താദിന് മാത്രമല്ല, ഇവരെ പൊതുവെയുള്ള സംസ്കാരവും സ്വഭാവവും എന്തായിരുന്നു? നിങ്ങളിപ്പോ പറഞ്ഞല്ലോ. ഉള്ളാൾ ഞങ്ങൾ എ പി ഉസ്താദ് മുമ്പിലുണ്ടെങ്കിൽ എന്തെങ്കിലും പറയൂ. ദേവർശോല സക്കാഫിനെ പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ഞാൻ അനുഭവ സാക്ഷിയാണ്. കുമ്പളയിൽ ഖത്തീബും നേരെ ഉള്ളാൾ നിങ്ങൾ പറഞ്ഞത് ഞാൻ അനുഭവ സാക്ഷിയാണ്. എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ പറയാൻ പറ്റൂല. എന്തൊക്കെയാ പറഞ്ഞേ? അടുത്തുണ്ടാവുമ്പോൾ പലതും പറയാം. അത് നിങ്ങൾ നോക്കണ്ട. എന്താ പറയാ? എ പി ഉള്ളാൾ ഞങ്ങളും അടുത്തുകൂടിയാ ഉള്ളാൾ ഞങ്ങൾ എ പിന്നോട് പറയുന്ന ഭാഷ എനിക്കൊത്തിരിക്കാൻ കഴിയൂല. അത്ര മോശമായി പല ആളുകളും കേട്ടതിന്റെ മുമ്പ് വരാം. അത് അവരടുത്തുകൂടുമ്പോൾ ചിലതൊക്കെ പറയും. അത് ഞാൻ നോക്കണ്ടില്ല. എന്തേ ഇത്? ഇതിന്റെ മതവിധി എന്താ? നിങ്ങൾ പറയൂ. നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ആരെയും കുറ്റം പറയലില്ല. പറയട്ടെ, നിങ്ങൾ ഒരു കൂട്ടം ആളുകളുടെ കുറ്റം പറച്ചിലിന്റെ ചില ക്ലിപ്പുകളും കൂടി കേട്ടോളൂ. 2 മിനിറ്റ്.
നിന്റെ മാപ്പന്റെ സ്കൂള് ഇതാരോടാ ചോദിക്കണത്? ഇതാരാ പറഞ്ഞത്? എന്റെ ബാപ്പന്റെ സ്കൂള്. നിന്റെ മാപ്പന്റെ സ്കൂള് ഏതായാലും മൂപ്പർ അസുഖമായിട്ട് പറയുന്നത് നിങ്ങൾ പറഞ്ഞോളി. എന്നാ പിന്നെ എന്തിനാ നിങ്ങൾ തക്ബീറിയല്ലേ? ഈ തലേക്കെട്ടം കെട്ടി താടിയും വെച്ച് നിങ്ങൾ എന്തിനാ തക്ബീർ ചെല്ലേ? മൂപ്പർ ചിലപ്പോ ഒളവിന്റെ ഹാലില് അല്ലെങ്കിൽ ചെറുവിന്റെ ഹാലില് പറഞ്ഞൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ എന്തിനാ തക്ബീറിയല്ലേ? മൗനം പാലിക്കണ്ടേ? എന്നാലെങ്കിലും മൂപ്പർ പറയാതിരിക്കൂലേ? അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നിങ്ങൾക്കുള്ള പുറത്തേറിട്ടെ, നിങ്ങൾ അള്ളാഹു തല നന്നാക്കട്ടെ. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങൾ പേച്ചു പോകണമെന്നും എന്നൊന്നും നിങ്ങൾ അങ്ങനെ കേടായി പോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അള്ളാഹു തല നിങ്ങൾക്കൊക്കെ ഹിദായത്ത് പെരുമാറാവട്ടെ. ഇനി നോക്കൂ, സക്കാഫിമാർ കുട്ടികളൊക്കെ ഇതന്നെയാ പറയണത്. പറയട്ടെ, ജമാഅത്തെ തീട്ടമാക്കാൻ, മുജാഹിദിനെ വരയാക്കാൻ, ജമാഅത്തെ തീട്ടമാക്കാൻ ഒന്ന് കോണം കെട്ടിയാടോ ഇന്നലെ വരെ ടൗസറിക്കുന്ന ഒന്ന് കോണം കെട്ടിയാടോ ആരോടെ ടൗസർ ഇട്ടവൻ കോണം കെട്ടിയാൽ ആലിമാവു ആരെ പറ്റിയാ പറഞ്ഞെന്നറിയോ? ആരാ പറഞ്ഞെന്നറിയോ? എന്നിട്ട് പറയാം ഞങ്ങളിവിടെ ഒരു ചീത്തയും പറയാറില്ല, നല്ല ആൾക്കാരാണ് ഞങ്ങൾ. ഇവിടെ പറഞ്ഞ മറ്റൊന്ന്, ഇവിടെ SSFകാരെ നിങ്ങൾ പറഞ്ഞ ഓരോന്നിനും മറുപടി പറയുകയാണ്. നിങ്ങളിവിടെ കുറെ സെലഫികളെ ക്ലിപ്പിട്ടു ഞങ്ങൾക്കെതിരെ. സെലഫികൾ ഞങ്ങളെപ്പറ്റി നല്ലത് പറയൂലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? സെലഫികൾ ഞങ്ങൾക്ക് അസൂയ കൊണ്ടാണ് ഉടനെ എതിർക്കുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. സെലഫികൾ ഞങ്ങളെപ്പറ്റി അങ്ങനെ പറയുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്നാൽ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളെപ്പറ്റി സെലഫികൾ പറഞ്ഞത് യാഥാർത്ഥ്യം പറഞ്ഞത് കേട്ടോളൂ. നിങ്ങൾ ഹുസൈൻ സലഫി പറയുന്നു, സക്കരിയ സലാഹി പറയുന്നു, സർവ സലാഹിമാരും പറയുന്നു. എന്താ പറയുന്നത്? നിങ്ങളെപ്പറ്റി പറഞ്ഞ യാഥാർത്ഥ്യം എന്താ? യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾ കുണ്ടൂരിന്റെ പേരിൽ കള്ളക്കറാമത്ത് നിർമ്മിച്ചിട്ടില്ലേ? മലപ്പുറം ജില്ലയിലെ കുണ്ടൂരിലുള്ള വളരെ മോശമായ ജീവിതം നയിച്ച ഒരു മനുഷ്യനെ വലിയായി ചിത്രീകരിച്ച്, ഷെയ്ഖായി ചിത്രീകരിച്ച് കള്ളക്കറാമത്ത് പ്രചരിപ്പിച്ചവരല്ലേ നിങ്ങള്? അതിനെപ്പറ്റി ഇതാ സലഫി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ഔലിയാക്കന്മാരെ സംബന്ധിച്ച് അവര് കൊണ്ട് നടക്കുന്ന ഔലിയാക്കളെ പറ്റി പോലും അവരെന്താ പറയുന്നത്? അവരൊന്ന് പ്രവചിച്ചാൽ അതങ്ങ് നടക്കുന്നതാണ്. കെ ഹംസയോട് പറഞ്ഞു, ഹുസൈൻ അണ്ടത്താണിയോട് പറഞ്ഞു. ഹുസൈൻ അണ്ടത്താണി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ വിളിച്ചിട്ട് കുണ്ടൂര് പണ്ടേ വിളിച്ചിട്ടുണ്ട് പോലും. കുണ്ടൂരില്ലേ, കുണ്ടൂര് പണ്ടേ ഹുസൈൻ അണ്ടത്താണിയെ ഒരിക്കൽ കണ്ടപ്പോ യാ MP എന്ന് വിളിച്ചിട്ടുണ്ട് പോലും. ആ പ്രവചനം പുലരാതെ പോകുമോ? അതുകൊണ്ട് അതാ ഹുസൈൻ അണ്ടത്താണി മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സ്വതന്ത്രനായി മത്സരിക്കാണ് പൊന്നാനി. അപ്പൊ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വേണ്ടി, മാർക്സിസത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ SSFന്റെയും SYSന്റെയും തലയെക്കെട്ടു താടിയും കെട്ട് മൗലന്മാരിറങ്ങി. എന്നിട്ട് കറാമത്ത് വിൽക്കുക. ശംസുലം അവരെ പറ്റി പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയേഴുന്ന സമയം ഉണ്ടെങ്കിൽ ഇടും. എന്താ അവർ സ്വർഗം ഓഫർ ചെയ്തിട്ടാ വോട്ട് പിടിക്കുക. ബഹുമാനപ്പെട്ട കുണ്ടൂര് പന്നെ ഹുസൈൻ അണ്ടത്താണിനെ MP എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ മൂപ്പര് MP ആകും, എന്തായാലും ജയിക്കും, വെറുതെ തോക്കുന്ന ബഷീറിന് വോട്ട് കൊടുക്കണ്ട എന്നാ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു 85,000 വോട്ടിന് 78,000 വോട്ടിന് ജയിക്കും എന്നാ പറഞ്ഞു. തോറ്റമ്പിയിലെ എവിടെ പോയി നിങ്ങളെ കൊണ്ടൂർ ശേഖന്റെ കറാമത്ത്? ഞങ്ങളല്ല പറഞ്ഞത്, ആ സെലഫിയാ പറഞ്ഞു. കേട്ടോളൂ, ഉളുപ്പുണ്ടെങ്കിൽ SSFകാരാ നിങ്ങൾ സെലഫിന്റെ ക്ലിപ്പൂട്ടിലല്ലേ നടക്കണത്? ഉളുപ്പുണ്ടെങ്കിൽ കേട്ടോളൂ. അത് പോകുമോ? അതുകൊണ്ട് രണ്ടത്താണിക്ക് 78,000 ഭൂരിപക്ഷം ഉറപ്പാണ്. സാധുവും വിശ്വസിച്ചു, മുസ്ലിയാർ കുട്ടികളും വിശ്വസിച്ചു. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, ഞാൻ രാഷ്ട്രീയക്കാരനല്ല, എനിക്കതിന്റെ പണിയുമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോലും ആത്മീയതയെ എന്ന് നിങ്ങൾ നോക്കൂ. രണ്ടാമത് പറഞ്ഞ എന്താണെന്നറിയോ? ഹുസൈൻ രണ്ടത്താണിക്ക് മലക്കുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഹുസൈൻ അണ്ടത്താണി ജയിക്കാൻ മലക്കുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റിന് മലക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നിന്റെ മതവിധി എന്ന പേരോട് വിധി പറയും. കമ്മ്യൂണിസ്റ്റിന്, സാക്ഷാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്ത് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മതവിധി എന്താ? നിങ്ങൾ മുസ്ലിമാണോ കാഫിറാണോ? പേരോട് വിധി പറയും. നിങ്ങൾ എവിടെ നിങ്ങളെ വിധി? നിങ്ങളെ വിധി എവിടെ? കച്ചവടക്കണ്ണോടുകൂടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പുരോഹിതപ്പടയുണ്ട്. അവർക്ക് ഇസ്ലാമിന്റെ ലേബലിൽ വേണമായിരുന്നോ ഈ ഇസ്ലാം വിരുദ്ധ പ്രവർത്തനങ്ങൾ പറയാൻ? ഇവർക്കെന്ത് ഔലിയാക്കൾ, ഇവർക്കെന്ത് കറാമത്ത്, ഇവർക്കെന്ത് ലൈലത്തുൽ ഖദർ, ഇവർക്കെന്ത് ബദർ, ഇവർക്കെന്ത് മലായിക്കത്തുകൾ? ബദറില്ലതാ ഖുറൈശിപ്പടയെ തുരത്താൻ വേണ്ടി മലായിക്കത്തുകൾ ഇറങ്ങിയതുപോലെ അതാ പൊന്നാനിയിലും മഞ്ചേരിയിലുമൊക്കെ മലപ്പുറം
ഇപ്പുറത്തുമൊക്കെ മലായിക്കത്തുകൾ ഇറങ്ങിയിട്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ മാത്രം ഈമാനികമായി അധപ്പതിച്ചല്ലോ ഈ വർഗം. ഹുസൈൻ സലഫിന്റെ അടുത്തുനിന്ന് കേട്ടോളൂ, നിങ്ങൾ പറഞ്ഞതല്ലേ ഇത്? ഞങ്ങളെപ്പറ്റി സലഫികൾ പറയുന്നത് ആദർശപരമായിട്ടാണ്, നിങ്ങളെപ്പറ്റി പറയുന്നതോ നിങ്ങളെ ഈ കള്ളത്തരം കറാമത്തുകളെ പറ്റിയാണ്. യാഥാർത്ഥ്യമാണ് സലഫി പറഞ്ഞത്. ഞങ്ങളെ സലഫി എതിർക്കുന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾ തവസ്സുലിനെ ന്യായീകരിക്കുന്നത് കൊണ്ടാ, ഞങ്ങൾ ഇസ്തിഗാസ പഠിപ്പിക്കുന്നത് കൊണ്ടാ, ഞങ്ങൾ സത്യദീനന്റെ ആളായത് കൊണ്ടാ. നിങ്ങളെ സലഫി എതിർത്തതോ നിങ്ങളെ കള്ളക്കറാമത്തിനെയും കള്ളരാഷ്ട്രീയത്തിനെയുമാണ്. ഇനിയും കേട്ടോളൂ, നിങ്ങൾ ഈട്ടി പൊട്ടിയ കഥ ഉണ്ട്, അത് പറയട്ടെ. ഈട്ടി മുഹമ്മദ് ബഷീർ പൊട്ടൂന്ന് പരാജയപ്പെടുന്നു കഴിഞ്ഞ ഇലക്ഷനിൽ, ഈ ഇലക്ഷനിലല്ല, കഴിഞ്ഞ ഇലക്ഷനിൽ ഹുസൈൻ അണ്ടത്താടിനോട് പോരാടുമ്പോ ആ ഇലക്ഷന്റെ സമയത്ത് ഈട്ടി പൊട്ടുമെന്ന് നേരത്തെ കറാമത്തടിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞത്? കേട്ടോളൂ നിങ്ങൾ, ഒരു വലിയ തങ്ങളാ അവരെ കൂട്ടത്തില്. നോക്കണം, ആര് ജയിച്ചു തോറ്റു എന്നത് ഇവിടെ വിഷയമേ അല്ല. വോട്ട് കൂടുതൽ കിട്ടിയവർ ജയിക്കും. വേറൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനത്തിന് ഇഷ്ടമില്ലാത്തവരെ അവർ തോൽപ്പിക്കും, ജനത്തിന് ഇഷ്ടമുള്ളവരെ അവർ വിജയിപ്പിക്കും. അതിലൊന്നും ആരുടെയും ആങ്ങലക്കുള്ള ഒരാത്മീയതയുടെ പരിവേഷവും വേണ്ടതില്ല, ആവശ്യമില്ല. ജനം ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. പക്ഷേ ഇതിന്റെയൊക്കെ കുത്തക അവകാശപ്പെട്ടുകൊണ്ട് നടക്കുന്നവര് പറഞ്ഞു, ഏത് ഈ ഓരോ തങ്ങന്മാര് പ്രഖ്യാപിച്ചിട്ടുണ്ടത്രേ ടി മുഹമ്മദ് ബഷീർ ഒരു സ്ഥാനാർത്ഥിയല്ലേ, അയാളൊരിക്കൽ ഇവരുടെ ഒരു തങ്ങളെ കാണാൻ ചെന്നുപോലും, അപ്പോ തങ്ങളുടെ മേശപ്പുറത്ത് ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു പോലും. ടി മുഹമ്മദ് ബഷീർ അങ്ങ് തിരിച്ചു പോകുന്ന നേരത്ത് എങ്ങനെയോ അബദ്ധത്തിൽ മേശപ്പുറത്തുണ്ടായിരുന്ന ഗ്ലാസ് താഴെ വീണ് പൊട്ടിച്ചിതറിപ്പോയി. ഉടനെയതാ ഈ വൈരത്തൂർക്കാരൻ തങ്ങൾ പ്രവചിച്ചു അത്രേ, ഗ്ലാസ് പൊട്ടി, ഈട്ടിയും പൊട്ടി. 78,000 വോട്ടിന് ഈട്ടി അവിടെ ജയിച്ചു വന്നു. വൈരത്തൂർ തങ്ങളെ കറാമത്തും പൊട്ടി. ഇതല്ലേ നിങ്ങൾ SSF-കാരെ ഉളുപ്പുണ്ടായി പറയാന്? നിങ്ങൾ ഈ മാത്രമല്ല SKSF-കാർ സമസ്തക്കാരുടെ മുമ്പിൽ വന്നിട്ട് വഹാബിയുടെ ക്ലിപ്പായിട്ട് ഞങ്ങൾക്കെതിരെ നിങ്ങൾ നല്ല ആൾക്കാരാ, നിങ്ങളെ പറ്റൂ, ഇത്ര ബുദ്ധിയുള്ളൂ എന്നിട്ട് പറയാം ഞങ്ങൾ ശിഹാബ് ആളാ, ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ ആളാ, ഞങ്ങൾ ശംസുലമന്റെ ആളാ. ഈ ബുദ്ധി അങ്ങനെ നിങ്ങൾ പറയും. കാലമ്പാടി ഉസ്താദ് വഫാത്തായപ്പോ സിയാറത്തിന് വന്ന് കാണാൻ വന്നു. ആര്? സാക്ഷാൽ കാന്തപുരം. ഏത് കാന്തപുരം? കാള എന്ന് വിളിപ്പിക്കാൻ വേണ്ടി അനുയായികളെ വിട്ട കാന്തപുരം. എന്റെ കാളന്റെ മയ്യത്ത് കാണാൻ വേണ്ടി വന്നു. അതുകൊണ്ടല്ലേ രാമന്തള ഇറങ്ങി വന്നത്. രാമന്തള ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാനത് ഉദ്ധരിക്കുകയാണ്, രാമന്തളിക്ക് വേണ്ടി ഉദ്ധരിക്കുക. അതൊരു മൗലിയിൽ ചോദിക്കേണ്ട ചോദ്യമല്ല, ഒരു നാടൻ ചോദിക്കേണ്ട ചോദ്യ. SSF-കാരാ നിങ്ങൾ കേട്ടോളൂ, നിങ്ങളെ നെഞ്ചു തറപ്പിക്കുന്ന ചോദ്യ. മരിക്കുന്നതുവരെ കാളമ്പാടി ഉസ്താദിനെ കുറ്റം പറഞ്ഞ് കാളയാക്കി തള്ളിയ നിങ്ങൾ പൊതുജനങ്ങളെ കാളമ്പാടി ഉസ്താദിനെ അകറ്റി നിർത്തുകയായിരുന്നല്ലോ ഈ പ്രവൃത്തിയിലൂടെ. മരിച്ചപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനു വാഴ്ത്തി പറഞ്ഞു? എന്തിനു കാണാൻ പോയി? ഈ കാളന്റെ ജനാദയാണോ കാണാൻ പോയത്? ഞങ്ങളെ നിങ്ങൾ പറ്റിച്ചില്ലേ? ആ മനുഷ്യൻ മഹാനാണെന്ന് ജീവിതകാലത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ജീവിതകാലത്ത് കാണൂലേ? ഈ ജനാദ മാത്രം കാണാനുള്ള വിധിയെ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് ആരാണ് മഹാനെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയണം. അതുകൊണ്ട് നിങ്ങളെ പിന്നാലെ കൂടിയാൽ അത് സാധ്യമല്ലെന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചും SSF-കാരന്റെ നെഞ്ഞത്ത് കുതിക്കുന്ന ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുമാണ് രാമന്തളി നിങ്ങളെ പാർട്ടി വിട്ടുവന്നത്. നിങ്ങളുടെ SSF-കാരായ ഓരോ ആളുകളുടെയും മുമ്പിലേക്ക് വളരെ പ്രസക്തമായ ഒരു സാധാരണക്കാരന്റെ ചോദ്യമാണത്. സാധാരണക്കാരന്റെ ചോദ്യമാണത്. മാത്രമല്ല ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം, റസൂലുള്ളാഹിന്റെ മുടികൾ വർക്കത്തെടുക്കാൻ സനദ് വേണ്ട. അതിന് സനദ് ഞങ്ങൾക്കുണ്ടോ? സനദ് ആരാ ഇവിടെ പറഞ്ഞത്? ഈ രാമന്തളി മധ്യസ്ഥനായിരിക്കവേ കീശേരിയിൽ വെച്ച് ഞങ്ങളൊരു സംവാദ വ്യവസ്ഥക്ക് പോയി. അവിടെ നൗഷാദാസനെയാണ് ഞങ്ങൾക്ക് എതിർവാദം സംസാരിച്ചത്. ഞങ്ങളോട് അയാൾ ചോദിച്ചു, ഏത് മുടിക്കും സനദ് കണ്ട് ബോധ്യപ്പെടണമെന്ന ചേളാരിക്കാരുടെ വാദം ഞങ്ങളെ പൊളിച്ചടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ പാവപ്പെട്ട ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അത് ഞങ്ങളെ വാദമല്ല, അത് കാന്തപുരത്തിന്റെ വാദമാണ്. നൗഷാദാസനിയോട് രാമന്തളി മധ്യസ്ഥനായിരിക്കവേ ഏത് മുടിയും സനദ് കണ്ട് ബോധ്യപ്പെട്ടാലേ സ്വീകരിക്കൂ എന്ന ചേളാരിക്കാരുടെ വാദം പൊളിക്കാനാ ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, അത് ചേളാരിക്കാരുടെ വാദമല്ല, അത് കാന്തപുരത്തിന്റെ വാദമാണ്. അതിന് നൗഷാദാസിന് പറഞ്ഞ മറുപടി, അതിന് കാന്തപുരം ഉസ്താദ് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് നോക്കിയട്ടെ. കാന്തപുരം പറയട്ടെ, റസൂലുള്ളാഹിന്റെ മുടി സ്ഥിരപ്പെടാൻ സനദ് വേണോ വേണ്ടേ? ഞാൻ പറയണ്ട, കാന്തപുരം പറയട്ടെ. സനദ് മുത്തസിലായ ഇന്നമദ്ദീൻ ബിൽ അസ്നാദ് ഔ ബിൽ ഇസ്നാദ് ദീനുൽ ഇസ്ലാം
സനത് കൊണ്ടാണ് നമ്മളിപ്പോ ഈ സഖാഫികൾക്ക് സനത് കൊടുക്കുന്നത്. അവർ പഠിച്ചതിലുള്ള സനത് കൊടുക്കുന്നത് ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയായത് കൊണ്ടാണ്. അതാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അഹ്സനി പറഞ്ഞത്. അഹ്സനിക്ക് അതുകൊണ്ട് തീരെ മനസ്സിലാവൂല. ഇന്നമദ്ദീനു ബിൽ ഇസ്ലാം ഔ ബിൽ അസ്ലാം. ഈ വാദകം കാന്തപുര പറഞ്ഞത്. ഉളുപ്പുണ്ടെങ്കിൽ SSFകാരെ ഈ ക്ലിപ്പൊക്കെ കേട്ടിട്ട് ഇങ്ങോട്ട് വരണം. ഇവിടെ വന്നിട്ട് പറയാ സനത് വേണ്ട. മൗലന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് പറയാ സനത് വേണ്ട. എന്നാൽ കോട്ടക്കല്ല് AP പറയുന്നു ദീനിന് സനത് വേണം. ഇന്നമദ്ദീനു ബിൽ ഇസ്ലാം ഔ ബിൽ അസ്ലാം. എന്നാൽ കേൾക്കണോ ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ സനത്തിന്റെ ഒരു വലിയ അട്ടിമറി നടത്തിയിട്ടുണ്ട്. എന്താണ് ആ അട്ടിമറി എന്നറിയോ? കാന്തപുരത്തിന്റെ കയ്യിലേക്ക് നേരത്തെ ആ പെണ്ണിന്, വികൃതയായ പെണ്ണിന്, എന്താ പേര് പറഞ്ഞു, സോറി, നഫീസാക്ക് മുടി കൊടുത്ത ഒന്നാം നമ്പറിൽ പഠിച്ച ബിസിനസ്സുകാരനായ ഖസ്റജി കാന്തപുരത്തിന്റെ കൂടാരത്തിലേക്ക് മർക്കസിൽ വന്നുകൊണ്ട് ഈ മുടി കൊടുക്കുമ്പോൾ അയാൾ പറഞ്ഞൊരു ഷർത്തുണ്ട്, സനത് തരാതെ മുടി തരൂല, സനത് പരസ്യമായി വായിക്കാതെ ഞാൻ മുടി തരൂല. SSFകാരാ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമല്ലല്ലോ. എന്തുകൊണ്ട്? രേഖകൾ മുഴുവനും സംസാരിക്കുന്നു. അതാ ഒന്നുകൂടി കേട്ടോളൂ, നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടി കേട്ടോളൂ. സനത് തരാതെ ഞാൻ ഈ മുടി തരൂല എന്ന് പറഞ്ഞ് അയാൾ സനത് വായിച്ചുകൊണ്ടാ മുടി കൈമാറിയത്. വായിക്കട്ടെ, കേട്ടോളൂ നിങ്ങള്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ഷെയ്ഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവറുകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ഖസ്റജി പറഞ്ഞു, പേരോട് പരിഭാഷപ്പെടുത്തി രണ്ടും തെറ്റായിരിക്കും. പക്ഷേ SSFകാരോ നിങ്ങൾ തക്ബീർ ചൊല്ലിയില്ലേ? അപ്പൊ പൂർണ്ണമായി ആ സനദ് ഇവിടെ വായിച്ചിട്ടേ കൊടുക്കുള്ളൂ. പറയട്ടെ പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഷെയ്ഖ് അബൂബക്കർ അവറുകളുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഷെയ്ഖ് അബൂബക്കർ അവറുകളുടെ കയ്യിലേക്ക്. അതിന് പേരോട് പിന്നെ പറയുന്നത് പട്ടിക്കാട് കൊടുക്കുന്ന സനതാണ്. എന്താ ഈ പട്ടിക്കാട് കൊടുക്കുന്ന സനത്? പട്ടിക്കാട് എന്നൊരു കുട്ടി പഠിച്ച് പാസ്സാകുമ്പോൾ പൈസയാകുമ്പോൾ ഷഹാദ കൊടുക്കും. ഈ കൊടുക്കൽ ഇത് വായിക്കാനില്ല, ഇത് വായിക്കുകയാണ്. ഈ കൊടുക്കൽ പോലുള്ള ഒരു പേപ്പർ കൊടുത്തു, ഞാനിതാ നിങ്ങൾക്ക് തന്നിരിക്കുന്നു റസൂലുള്ളാഹിന്റെ മുടി, അപ്പുറം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ പേപ്പർ കൊടുക്കലാന്ന് പേരോട് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. പേരോട് ഇത്തിരി ബുദ്ധിയുണ്ട് നിങ്ങൾ പറയരുത്, വായിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഈ കൊടുക്കൽ എന്താ വായിക്കാനുള്ളത്? പരസ്യമായി സനത് വായിച്ചിട്ടേ ഉള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്ന വായിച്ച സനത് എവിടെ, വായിച്ച സനത് എവിടെ, വായിച്ച സനത് എവിടെ? പറയൂ. ഒരു സനത് അവിടെ വായിച്ചു, പിടികൂടി ഞങ്ങൾ സനത്. അപ്പം പേരോട് പറയാ അത് വായിച്ചത് സനദല്ല. പേരോട് പറയട്ടെ. ഇത് ഞാൻ കൊടുക്കുന്ന സനദാണ്. ഞാൻ ആരാ അതാദ്യം പറയാ, എന്നെ തിരിയാതായി കൊണ്ട. അനൽ വാദിഉ സഹീഹി ഫീ ഖിതാമി വമുഖയ്യിദു ഇസ്മി ഹുനാ ലിബയാനിഹി വഇലാനി الدكتور الشيخ أحمد بن عبد النحري عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيدي الشيخ محمد بن السيد الورع المدقق العلامة الشيخ أحمد بن الإمام العالم العامل سيدي حسن ഇത് ഖസ്റജി കൊടുക്കുമ്പോൾ വായിച്ചതാ. പേരോട് ഇപ്പൊ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. സനദ് ഇവിടെ പരസ്യമായി വായിക്കുന്നു എന്ന് ഖസ്റജി വായിച്ചതാണ്. ആ വായിച്ചതിനെ പറ്റി ഇത് പരസ്യമായി സനദ് വായിച്ചു കൊടുത്തിട്ടാണ് ഇതാ മുടി കൈമാറുന്നതെന്ന് നേരത്തെ പേരോട് പറഞ്ഞു. ഇനി ആ സനദിനെ പറ്റി പേരോട് പറയാ, ഇതെന്താന്ന് പറയട്ടെ. മൂപ്പര് ആരാണ് എന്ന് പരിചയപ്പെടുത്തുക. ആ പരിചയപ്പെടുന്ന മൂപ്പര പേര്, മൂപ്പര ഉപ്പാന്റെ പേര് ഇങ്ങനെ പറയാം. ഈ ഉപ്പാന്റെ പേരിന് എന്താ പറയാ? അതും തിരിഞ്ഞില്ല, അതിന് നസബ എന്നാ പറയാ. ഉപ്പാന്റെ പേര് അൻസാബ്, നസബ. അപ്പൊ ഉപ്പ ഇങ്ങനെ നസബ പറയാ. ഞാൻ ആരാണെന്ന് ആദ്യം പരിചയപ്പെടുത്തി. അപ്പൊ അത് ആ വായിച്ച സനദല്ല, അത് നസബയാണ്. എന്തുകൊണ്ടാ പറഞ്ഞെന്നറിയോ? ഇത് ആലോചിക്കാതെ പേരോടങ്ങ് പറഞ്ഞ് വായിച്ചു പോയതാ. ഇത് സനദല്ല എന്നും ഇത് ഖസ്റജിന്റെ കുടുംബപരമ്പരയാണെന്നും കുടുംബപരമായി ഖസ്റജിന്റെ കയ്യിൽ ഒരു മുടി കൈമാറിയിട്ടില്ല എന്നും
വളരെ കൃത്യമായി ഇവിടെ തെളിയാൻ പോകാൻ ഉടനെ പേരോട് സ്റ്റെപ്പ് വെച്ചു. ഞാൻ പറഞ്ഞല്ലോ ഇരുതല എന്ന്. ആ സ്റ്റെപ്പ് വെച്ച് അതിന്റെ പേര് അതും തിരിയൂല. ആർക്ക് തിരിയൂല? എനക്ക് തിരിയൂല എന്നാ പറഞ്ഞേ. അതിന്റെ പേര് നെസവയാണ്. എന്നിട്ട് പറഞ്ഞു എന്നാ പിന്നെ സനതുണ്ടോ? ഉണ്ട്. പിന്നെ വായിക്കുന്നില്ല. പിന്നെ എവിടെയല്ലേ? എന്റെ കയ്യിലുണ്ട്. സിറാജുൽ ഹുദ വന്നാൽ തരാം. മൂപ്പര് പറയട്ടെ. സിറാജുൽ ഹുദ വന്നാലേ കാണിച്ചിട്ടുള്ളൂ. അത്ര പറയട്ടെ. സ്റ്റേജിലൊക്കെ ഉസ്താദിനെ സ്നേഹിക്കുന്ന മുഹിബീങ്ങൾ ആർക്കെങ്കിലും സനത് വേണമെങ്കിൽ എല്ലാവരും നോക്കിക്കോളി. ഇരിക്കട്ടെ. അപ്പൊ സനത് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല. അത് പച്ചക്കള്ളമാണ്. സനത് ഇവിടെയുണ്ട്. ആർക്ക് വേണമെങ്കിലും മർക്കസ് എന്താ കാണിച്ചിരുന്നത്? ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കണ്ട. ഞാനിവിടെ ഞാനിവിടെ ഉസ്താദിന് കുറെ 10,000 ശിഷ്യന്മാർക്കില്ല. ഉസ്താദിന് ഈ പ്രായമുള്ള കാലത്ത് ബുദ്ധിമുട്ടുണ്ട്. ഞാനുണ്ട് ഇവിടെ. ഞാൻ എന്നിടത്ത് വന്നവിടെ അഷ്റഫ് ഫൈസലിന്റെ ഭാഷയെ പറഞ്ഞാൽ കിബിറിന് കയ്യും കാലം മുളക്കാന്ന് പറയല്ലോ. കിബിർ എന്ന സാധനങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതിന് കയ്യും കാലം മുളച്ച് വന്നാൽ അതിന്റെ പേരാണ് ഡേഷ് എന്ന്. ഞാനിവിടെ വന്നിവിടെ. എന്നാൽ ഞങ്ങൾ ബാക്രവേൽ ശാഖയിലെ SSF-ന്റെ ഇവിടെയുള്ള AP വിഭാഗത്തിന്റെ മുമ്പിൽ ഇവിടുത്തെ SKSF-ന് വേണ്ടി ഞാൻ പറയട്ടെ, ഞങ്ങൾ വരാം. ഞങ്ങളെ കാറിന്റെ ചാർജ് ഞങ്ങൾ എടുത്തോളാം. നിങ്ങൾ ഞങ്ങൾ വരണം. ഒന്ന് കുറ്റിയാടി ഞങ്ങളൊന്ന് കൊണ്ടുപോകും. ഒന്ന് കാണിച്ചു തരും. നിങ്ങളെ വണ്ടിന്റെ ചാർജ് വേണേ ഞങ്ങളെടുക്കാം. എണ്ണ പൈസ ഞങ്ങളെടുക്കാം. ഒന്ന് വരുമോ? ഒന്ന് കാണിച്ചു തരുമോ? ആ സനതൊന്ന് കാണിച്ചു തരുമോ? ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ സനതുണ്ടല്ലോ. എന്നാൽ ഞങ്ങളൊന്നും പൊളിക്കേണ്ടി വന്നില്ല. പത്രക്കാർ പൊളിക്കുന്നവർ കാണാൻ പോണത്. പേരോടിനോട് പത്രക്കാർ ചോദിച്ചു സനതുണ്ടോ? ഉണ്ട്, ഞങ്ങളടുത്തുണ്ട്. അതെന്താന്ന്? അത് അങ്ങനെ പറയാനൊന്നും പറ്റൂല. അത് SKSക്കാരൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് പറയാൻ പറ്റുമോ? പറയാനൊന്നും പറ്റൂല. പത്രക്കാർ പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? നിങ്ങളെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞ സനത് ഇല്ല എന്ന് അവരും പറയുന്നു. വേഗം തീരൂല. എല്ലാവർക്കും തിരിയുന്ന കാര്യമല്ലേ? ആ സനത് ഇതാന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും ഒരു വട്ടവേഷം വരുന്നാൽ കേരളത്തിലൊരു ബാക്രവയിലോ ലോകത്തൊരു സ്ഥലത്തും ഇങ്ങനെ വിശദീകരിക്കണ്ട. ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് പറയണോ? SKക്കാർ ഇല്ല എന്ന് പറയണോ? എന്നാൽ എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തോടെ പ്രശ്നം തീർന്നില്ലേ? ബുദ്ധിപരമായി ചോദ്യത്തിന് മുമ്പിൽ പേരോട് പറഞ്ഞ് അവർക്ക് അങ്ങനെ കാണിച്ചു കൊടുത്താൽ പറ്റൂല. അവർ വളരെ ശരിയല്ല, മോശക്കാരാണ്. അപ്പൊ പത്രക്കാരുടെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരൂ. അപ്പൊ മൂപ്പർ പറഞ്ഞു അത് അബുദാബിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ കക്ഷത്ത് നേരത്തെ കാണിച്ചതോ, നിങ്ങൾ കുറ്റ്യാടിന്ന് കാണിച്ചതോ അബുദാബിയിലുള്ളത്. അതെന്താ നിങ്ങൾ വാങ്ങാഞ്ഞത്? അതാ മൂപ്പർ തന്നിട്ടില്ല. അത് കുറച്ച് ചേർത്തുണ്ട്. ഒന്നും കൂടി മൂപ്പർ ബന്ധപ്പെടണം എന്ന് പറഞ്ഞു. എന്ത് ബന്ധാന്ന് ഞങ്ങൾക്ക് തിരിയണം. പറയട്ടെ പേരോട്. പത്രക്കാരുടെ മുമ്പിൽ മുഷിയുന്ന സാക്ഷാൽ കാന്തപുരത്തിന് തെറ്റുമ്പോൾ ഉസ്താദിന്റെ വായി അടക്കുന്ന ശിഷ്യനെ ആയിരിക്കും കാണാമോ? ശരിക്കും ശ്രദ്ധിച്ചോളൂ. അത്തും പിത്തും AP പറയുമെന്നത് പേരോടിനാ ബോധ്യപ്പെടുത്തുകയാണ്. കണ്ടോളൂ നിങ്ങൾ. അതായത് ആദ്യം കിട്ടിയ 2 കേശം അതിന് പട്ടിക്കാട് ജാമ്യാനൂരിയിലും മർക്കസ് എന്നൊക്കെ കൊടുക്കുന്നത് പോലത്തെ സനതും. അതെന്താ സനതാ? അത് തിരിയില്ല. ഞങ്ങൾക്ക് പട്ടിക്കാടിന് കൊടുക്കുന്ന പോലത്തെ സനത്. അതാ ഈ വായിച്ച സനത്. എന്ത് വിഡിത്താ പറയണ പേരോടെ? ഈ മൂല്യന്മാരോടല്ലേ പറയണത്? എന്നൊക്കെ കൊടുക്കുന്നത് പോലത്തെ സനതും അതിന്റെ അപ്പുറത്തുള്ള സനതും. സനത് 2 വിധമുണ്ട്. 2 സനതും ഉണ്ട്. 2 സനതും കിട്ടിയതുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കേശം ഹസനലി കൊണ്ടുവന്ന് തന്നു. അതേ സ്റ്റേജിൽ വെച്ച് പട്ടിക്കാടിന് കൊടുക്കുന്ന സനത് പോലത്തെ സനത് വായിച്ച് കേൾപ്പിച്ചു, എഴുതി ഒപ്പിട്ടു, ഉസ്താദിനെ കൊണ്ട് തിരിച്ചു ഒപ്പിടിച്ചു. എന്നിട്ട് സാക്ഷി മുഖേന കൈമാറി. അതും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് രേഖയാണ്. അപ്പൊ രണ്ടിനും ഞങ്ങളുടെ അടുത്ത് രേഖ ഉണ്ട്. ഇനി ആ രേഖയുടെ അപ്പുറത്തുള്ള അടിരേഖ എന്താ പറഞ്ഞേ? നേരത്തെ പറഞ്ഞു ഇതാ ഞങ്ങൾ ബുഖാരി സഹീഹുൽ ബുഖാരിയിലെ ഹദീസിനെ ആരും നിഷേധിക്കുന്നില്ലല്ലോ. കാരണം അത് സനത് കണ്ട് ജനങ്ങൾ ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ. അതുകൊണ്ട് ഇതാ ഞങ്ങൾ സനതോടെ മുടി പറയുന്നു. ഇത് ജനങ്ങൾക്ക് ഇതാ ബോധ്യപ്പെടാനാണ്, ആരും എതിർക്കണ്ട എന്ന് പ്രസംഗിച്ച പേരോടെ ബുഖാരിന്റെ അടിരേഖ ഏതാ? എവിടെയാ ഉള്ളത്? പറയുങ്ങള്. ജനങ്ങൾ കണ്ട ബോധ്യപ്പെട്ട സനത് ബുഖാരിയിലുള്ള സനത്. ആ സനത് കൊണ്ടല്ലേ ബുഖാരിക്ക് ജനങ്ങളിൽ അംഗീകാരം വന്നത്. അതുപോലെ ഈ മുടിക്കും ഞങ്ങൾ ഇതാ സനത് വായിക്കുന്നു എന്ന് പറഞ്ഞ ആ സനതല്ലേ നിങ്ങൾ വായിച്ചത്. അതിനപ്പുറത്ത് അടിരേഖയുണ്ടെങ്കിൽ ബുഖാരിന്റെ അടിരേഖ എവിടെ? നിങ്ങൾ പറയണം പേരോട്. നിങ്ങൾ ഈ ഇരട്ടക്കളി ഞാൻ ആദ്യമല്ലോ പറഞ്ഞല്ലോ, 2 നിലയാ പേരോട് നിന്ന് വളരെ കൃത്യമാണ്. 100 അവസരങ്ങളിൽ ഇത് പറയാൻ കഴിയും. 100 പാവപ്പെട്ട SSF-ന്റെ കുട്ടികൾ അപ്പുറം ഇപ്പുറം ചിന്തിക്കാത്തതുകൊണ്ട് അവർ വിചാരിക്കും ഈ പേരോടൊന്നും ആനത്തലയാണ്. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ SSF-ൽ വള്ളി ടൗസറോട്ട് ഓടി നടന്നൊരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ അൽഫി ഓതുമ്പോൾ തന്നെ തിരിമറിയായിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട് ഇയാളുടെ തിരിമറിയുടെ രംഗങ്ങൾ. ഇനി പറയാൻ പോണ പത്രക്കാർ പിടിച്ചു കുലുക്കുകയാണ്. കേട്ടോളൂ. അടിരേഖ എന്ന് പറയും. ഒരു ഡോക്യുമെന്റ്സിന് അടിരേഖ ഉണ്ടാവും. അടിരേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അടിരേഖ പോയിട്ട് അദ്ദേഹത്തോട് വാങ്ങാനും പരിശോധിക്കാനും അവർ തയ്യാറാകുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ഇതിനെതിരായിട്ട് പ്രഖ്യാപിക്കുകയാണ് പഠിക്കാതെ. അതോടെയാണ് തെറ്റ്. ഞങ്ങൾക്ക് ബാധ്യത എന്താണ്? ബാധ്യത അവർ പറഞ്ഞാൽ കാണിച്ചു കൊടുക്കണം.
ഓക്കെ. അല്ല, ഒന്നാമതായി കേട്ടോളൂ. ഇനി എ പി ഇടപെടുക. ഒന്നാമതായി മൂപ്പരെ പറയാൻ പറ്റുള്ളൂ. ശരിക്കും അവിടെ ഒന്നാമതായി അടിരേഖ ഞങ്ങളല്ല, അടിരേഖ ഞങ്ങൾക്ക് തന്നാളെ എവിടെ ഒന്നാമതായി എന്തായേ? ഒന്നാമതെന്തായേ അത് പറ. ഒന്നാമതെന്തായത് ഉസ്താദിനെ ചെയ്യണത്. ഇത്ര വലിയ കറാമത്തുള്ള ശൈഖായ ഉസ്താദിന് പറയുമ്പോ ശിഷ്യൻ ഒന്നാമതായി വരുമ്പോ കൈവന്ന് ചടക്കീർത്തി. ഒന്നാമതെന്തായി വേണോടെ? എന്തായത്? നിങ്ങൾ ഈ കേസറ്റ് എന്തിനാ പ്രസിദ്ധീകരിച്ചത്? നിങ്ങൾ ഉസ്താദിനെ കേൾത്താനല്ലേ ഇത്? പിച്ചും പേയും പറയുന്നുണ്ടെന്നുള്ള അടയാളല്ലേ? ഒരാളടുത്ത് എ പി ഒറ്റയ്ക്ക് സംസാരിക്കാൻ പോലും പേരോട് ഞാൻ കൂട്ടിയിട്ടില്ലാതെ. കാരണം തെറ്റിപ്പോകുന്ന മൂപ്പർക്കറിയാം. നിങ്ങൾക്കിത് വന്നിട്ടേ നിങ്ങളിത് അവസാനിക്കൂ. ഇത് ശംസുലുലമന്റെ ഗുരുത്തക്കേടാ, ഇത് കണ്ണിയത്ത് ഉസ്താദിന്റെ ഗുരുത്തക്കേടാ. നിങ്ങൾക്ക് തൗബന്റെ വാതിൽ അടഞ്ഞിട്ടില്ല. മശരിക്കിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, മഗ്രിബിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എപ്പോഴും നിങ്ങൾക്ക് തൗബ ചെയ്യാം. അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങലാ നിങ്ങൾക്ക് ഉത്തമം. അല്ലെങ്കിൽ ഇതിവിടെ അവസാനിക്കുന്നില്ല. ഓ എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട SSFകാരാ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയട്ടെ, അള്ളാഹുവിന്റെ ദീനിൽ ഉസ്താദുമാരോടുള്ള ധിക്കാരത്തിന്റെ ഗൗരവം ഏറ്റവും ഗൗരവത്തിൽ പഠിപ്പിച്ച ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിൽ ധാരാളം എത്രയോ അനുഭവങ്ങളോടുകൂടി ഇമാമിയങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വലിയ ഒരു തെറ്റുകളിൽപ്പെട്ട ഒരു തെറ്റാണ് മാതാപിതാക്കളെ വെറുപ്പിക്കലും ഉസ്താദുമാരെ വെറുപ്പിക്കലും. അത് രണ്ടിന്റെയും ഫലം കാണാതെ മരിക്കൂല. അത് ഫലം കാണാതെ മരിച്ച അനുഭവമില്ല. അതുകൊണ്ട് പറയട്ടെ, കണ്ണിയത്ത് ഉസ്താദ് മഹാനാണെന്ന ക്ലിപ്പ് ബഹുമാനപ്പെട്ട രാമന്തരി മുഹമ്മദ് പേരോട് പറഞ്ഞ നിങ്ങൾ കേൾപ്പിച്ചല്ലോ. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള മഹാനാണ് കണ്ണിയത്ത് ഉസ്താദെങ്കിൽ കണ്ണിയത്ത് ഉസ്താദിന്റെ കരട് വേദനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇക്കൂട്ടര്. നിങ്ങൾക്ക് ഇവരെ പിൻപറ്റിയാൽ യാതൊരു രക്ഷയും കിട്ടൂല. മഹാനായ ശംസുലുലമയെ അങ്ങേറ്റം കരയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇക്കൂട്ടര്. അവരെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷ കിട്ടൂല. അതുകൊണ്ട് പറയട്ടെ, നിങ്ങൾക്ക് ഏറ്റവും ഉചിതം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാമന്തളി മുഹമ്മദ് സാഹിബിനെ പോലെ എത്രയോ ഹക്ക് കണ്ട് ബോധ്യപ്പെട്ട സഖാഫിമാരെ പോലെ ഹക്ക് കണ്ട് മനസ്സിലാക്കി ദീനിലേക്ക് മടങ്ങലാണ്. അള്ളാഹുവിന്റെ ദീൻ അതിവിടെ കൊണ്ടുവന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹാബത്ത് കൊണ്ടുവന്ന ദീന് അത് മാലിക് ഇബ്നു ദീനാറിലൂടെ ഇവിടെ എത്തി. അത് മഖ്ദൂദങ്ങൾ പ്രചരിപ്പിച്ച് അത് മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആ ദൗത്യമേറ്റെടുത്തുകൊണ്ടിവിടെ കർമ്മരംഗത്തിറങ്ങിയപ്പോൾ കോഴിക്കോട് പഴയ ജുമഅത്ത് പള്ളിയിൽ വെച്ച് ഒരു ദുആ നടത്തിയിട്ടുണ്ട്. അത് അസറുള്ള നാവോടെ തങ്ങൾ നടത്തിയ ദുആയാണ്. അതിന് 39 ഔലിയാക്കൾ ആമീൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു മെമ്പറാണ് കണ്ണിയത്ത് ഉസ്താദ്, അതിലൊരു മെമ്പറാണ് താജുൽ ഉലമ സദഖത്തുള്ള ഉസ്താദ്, അതിലൊരു മെമ്പറാണ് വാഴക്കുളം ഉസ്താദ്. അവരൊക്കെ നിഷ്കളങ്കരായ നിഷ്കാമികളായ മഹാരഥന്മാരാണ്. അവരൊക്കെ ആമീൻ പറഞ്ഞുകൊണ്ട് കോഴിക്കോട് പഴയ ജുമഅത്ത് പള്ളിയിൽ ഒരു ദുആ നടത്തിയിട്ടുണ്ട്. പടച്ചവനെ, ഈ സമസ്തയെ ഇമാം മഹ്ദിയിലേക്ക് എത്തിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ 40 ഔലിയാക്കൾ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും കേട്ടോ. അത് സംഭവിക്കാതെ പോകൂലെന്ന് ഈമാനുള്ള സർവ്വ മുഅ്മിനീങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പറയട്ടെ, ഈ ഹക്കായ പ്രസ്ഥാനത്തിൽ നിന്ന് കണ്ണിയത്ത് ഉസ്താദും ശംസുലുലമയും പിഴച്ചു എന്ന് പറയാൻ ആർക്കാ ധൈര്യം? നിങ്ങൾക്ക് പോലുമില്ലല്ലോ. അതുകൊണ്ട് അവർ നിലകൊണ്ട അവർ സെക്രട്ടറിയും പ്രസിഡന്റുമായ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം അത് ബഹുമാനപ്പെട്ട സമസ്തയാണ്. ആ സമസ്തന്റെ അപ്പുറത്തുണ്ടാക്കിയ സമസ്ത അത് സമസ്തയല്ല, പിരിച്ചുവിടേണ്ടതാണെന്ന് ഹൈദരലിത്തങ്ങൾ പറഞ്ഞതും നിങ്ങൾ കേട്ടല്ലോ. ഇനി ഹൈദരലിത്തങ്ങൾ വഫാത്തായി കഴിഞ്ഞാൽ അവർ നല്ല ആളാന്ന് പറയും. മുഴുവൻ ആളുകളെ പറ്റി അങ്ങനെയാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ചീത്ത പറയാ, മരിച്ചാ പിന്നെ പറയും വലിയ മഹാനായിരുന്നു. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ കണ്ണൂർ ജില്ലന്റെ ഖാദിയായി. അപ്പം നമ്മുടെ ഒരു മൗലവി, ആരാ മൗലവി? സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മൗലവി. മൂപ്പരൊരു പ്രസ്താവന. എന്താ പ്രസ്താവന? മഹാവിഡ്ഢിത്തം. ഒരു ഫത്ഹുൽ മുഈൻ പോലും പറയാത്ത മഹാവിഡ്ഢിത്തം അദ്ദേഹം എഴുന്നള്ളിയത്. മുമ്പൊരിക്കൽ ഖാദി പ്രശ്നത്തിൽ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? ഖാദി അബൂദാബിയിൽ നിന്ന് കേരളത്തിലേക്ക് മാസോർപ്പിച്ചു. ബഹുമാനപ്പെട്ട നാട്ടിക മൂസ മുസ്ലിയാരുടനെ പറ്റി പറഞ്ഞു. ഖാദി അയാളുടെ ഖലാഇന്റെ ബോർഡർ വിട്ട് പുറത്തുപോയി വിധി പറഞ്ഞാൽ ആ വിധി സഹീഹല്ല എന്ന് ഫത്ഹുൽ മുഈന്റെ ഇബാറത്ത് വായിച്ചപ്പോൾ ഉടനെ അദ്ദേഹം പ്രതികരിച്ചെന്താണെന്നറിയോ? പത്രത്തിൽ പിറ്റേന്ന് മറുപടി,
എന്താണ് ഈ ബോർഡർ എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ കാലിന്റെ പരിധി എന്ന് പറഞ്ഞാൽ? ഒരു പഞ്ചായത്തും മറ്റേ പഞ്ചായത്തുമാണോ? ആരാ ചോദിക്കണത്? കാന്തപുരം. വലാ യഹ്കുമുൽ ഖാദി ഫീ ഗൈരി മഹല്ലി വിലായത്തിഹി. ഫത്ഹുൽ മുഈന്റെ ഇബാറത്ത. ബോർഡറിൽ നിന്ന് പുറത്തുപോയി വിധിക്കാൻ പറ്റൂല. ഏതുപോലെ ഉദാഹരണം ബാക്രവയിലുള്ള ഒരു ഖാദി, ഈ ബാക്രവൈലി എന്ന് പറയുന്ന നാടിന്റെ പരിധി ആ കാണുന്ന മതിലാണെങ്കിൽ ആ മതിലിന്റെ അപ്പുറം നിന്ന് കാല് ഇങ്ങോട്ടേക്ക് വിരിച്ചാൽ ശരിയല്ല. അവിടെ നിന്നുകൊണ്ട് കാല് കെട്ടിച്ചാൽ അത് ഇങ്ങോട്ടേക്ക് ബാധകമല്ല, ശരിയല്ല എന്ന് ഫത്ഹുൽ മുഈൻ പറഞ്ഞപ്പോൾ മൂപ്പർ അബൂദാബിയിൽ നിന്നാണ് കേരളത്തിലേക്ക് മാസമർപ്പിച്ചത്. അതേ ടിയാൻ, അതേ മാന്യൻ കഴിഞ്ഞ ദിവസം തളിപ്പറമെന്ന് പറഞ്ഞെന്താണെന്നറിയോ? ഒരു കാലി അയാൾ സ്വയം രാജിവെച്ച് പോകണം, ഒന്നുകിൽ അല്ലെങ്കിൽ അയാൾ മരിക്കണം, അല്ലാതെ വേറൊരു കാലിനെ വെക്കാൻ പറ്റൂല. എന്ത് വിട്ടിട്ടാണ് ഫത്ഹുൽ മുഈൻ ഓതണ്ടേ? ഫത്ഹുൽ മുഈനിൽ 10ഓളം കാരണങ്ങൾ പറയുന്നുണ്ട്. കാലി സ്വയം ഭ്രാന്തായി, കാലിക്ക് ബോധക്ഷയം വന്നു, കാലി ഫാസിക്കായി തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് കാലി സ്വയം വിരിയും. സ്വയം രാജിവെക്കലല്ല, കാലി സ്വയം തന്നെ കാലിസ്ഥാനം കാലിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന വൈദ്യുവകളുണ്ട്. മാത്രമല്ല, കാലി ഫാസിക്കാണെങ്കിൽ കാലിസ്ഥാനത്തിന് അനുയോജ്യനല്ലാത്ത കാരണങ്ങൾ ബോധ്യപ്പെട്ടാൽ കാലിയെ നിയമിക്കാൻ അധികാരമുള്ള അഹ്ലുൽ ഹല്ല് വൽ അഖദ് എന്ന് പറയുന്ന നാട്ടിലെ തലയെടുപ്പുള്ള ആളുകൾക്ക് കാലിനെ പിരിച്ചുവിടാമെന്ന് ബഹുമാനപ്പെട്ട ബിഗയിൽ വിശദീകരിക്കുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ മൂപ്പര് പറയാണ്. എന്താ നിലവിലുള്ള അവസ്ഥ എന്നറിയോ? ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളാണ് കണ്ണൂർ ജില്ലയിലെ വർഷങ്ങളായുള്ള ഖാദി. അസ്ഹർ തങ്ങൾ ഇപ്പോൾ ഖാദി സ്ഥാനത്ത് തുടരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തന്റെ പ്രായാധിക്യം കൊണ്ട് എത്തിയിട്ടുണ്ട് എന്ന് കണ്ണൂർ ജില്ലയിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉന്നതരായ ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും അടങ്ങുന്ന ഒരു പറ്റം പണ്ഡിതന്മാർ അവിടെ പോയി ബോധ്യപ്പെടുകയും തങ്ങളുടെ വാക്കുകൾ പോലും ലബുത്തല്ലാത്ത അവസ്ഥയിലാണെന്ന് ബോധ്യപ്പെട്ടത് അടിസ്ഥാനത്തിൽ സമസ്തയുടെ മുമ്പിൽ, ജില്ലാ സമസ്തയുടെ മുമ്പിൽ വന്ന് അവതരിപ്പിച്ച് ആളുകളൊക്കെ കേട്ട് ചർച്ച ചെയ്ത് ഖാദിയാകാൻ വേണ്ടി മറ്റൊരാളെ നിയമിക്കേണ്ട അവസ്ഥയാണെന്ന് മനസ്സിലാക്കി തങ്ങളോട് പോയി സമ്മതമെടുത്തതിന് ശേഷമാണ് അസ്ഹർ തങ്ങളെ മാറ്റി ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ ഖാദിയാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എത്ര ആലോചിച്ചിട്ട് അതൊരു കൊല്ലത്തോളായി ആലോചിക്കുന്നത്. ഞാനതൊരു അനുഭവ സാക്ഷിയനാണ്. ഞാൻ സമസ്ത ജില്ലാ കമ്മിറ്റിയിലെ മുഷാവറയിലെ ഒരു ചെറിയ മെമ്പറാണ്, ഏറ്റവും ചെറിയ മെമ്പർ, ഏറ്റവും അവസാനമായ മെമ്പർ ഞാനാണ്. ഞാൻ അതുകൊണ്ട് ഈ സംഭവത്തിന് മുഴുവനും അനുഭവ സാക്ഷ്യനാണ്, ഓരോ ചർച്ചക്കും. ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ അങ്ങ് വിടുക തന്നെ. സമൂഹത്തിൽ എങ്ങനെയാ ഒരു ഫിത്തന ഉണ്ടാക്കാതെ? അസ്ഹർ തങ്ങൾ ഖാദിയായ സ്ഥാനത്തേക്ക് അവിടുന്ന് ആ അവസ്ഥക്ക് പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ, അഥവാ തന്റെ പ്രായാധിക്യം കൊണ്ട് ആ അവസ്ഥ തുടരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തനിക്ക് ബുദ്ധിക്ക് ഖലൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഖാദിയാകുമ്പോ എല്ലാ ആളുകൾക്കും പുത്തനുണർവ് വന്നു. സമൂഹം ഒന്നായി സമസ്തയുടെ ഖാദി ആരോഹണ സദസ്സിലേക്ക് കൂടി വരുന്ന ആ രംഗം കണ്ടപ്പോ വിരളി പൂണ്ടിട്ട് SSFകാർ പറയിപ്പിക്കാൻ. പക്ഷേ ഫത്ഹുൽ മുഈൻ പോലും നോക്കാതെ നാട്ടിയ മൂസ മുസ്ലിയാരുടെ ഭാഷയിൽ പറഞ്ഞ സമർത്ഥനായ റിസീവറായി അത് പതിക്കുകയാണ്. അല്ലാഹു തആല ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിനൊക്കെ കാരണം ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ഗുരുത്തക്കേടാണ്. ഇത് അവസാനിക്കൂല ഈ ഗുരുത്തക്കേട്. അതിനു മുമ്പ് മാപ്പ് ചോദിച്ച് പടച്ചവനോട് തൗബ ചെയ്തുകൊണ്ട് മടങ്ങി വരൽ മാത്രമാണ് ഇതിനുള്ള മാർഗം. അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. അതെ, ഇത് മുഖാമുഖാണ്. ഇവിടെ 10 കാലായി സമയം. ഇത്ര വരെ പ്രസംഗിച്ചത് നിങ്ങൾ വരുമ്പോൾ നിർത്താവുന്ന പോയിന്റിലൂടെയാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ സാഹചര്യം അനുകൂലമാണെങ്കിൽ ഇനിയും വേണമെങ്കിൽ നീട്ടാം. മുഖാമുഖത്തിന് ആരെങ്കിലും വരാനുണ്ട് വരണം. നിങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് ഞങ്ങൾ ബാധിക്കുന്ന ഈ വാദങ്ങളിൽ, ഞങ്ങൾ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വരാം. ഇനി സംശയമൊന്നുമില്ല, നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ വിയോജിപ്പുണ്ടായാലും വരാം. പക്ഷെ മറ്റൊരു കാര്യം പറയട്ടെ, ഇനി നാളെ വേറെ ഒരു പരിപാടി വെച്ച് പ്രസംഗിച്ച് നിങ്ങൾ പോകരുത്. അത് ഏറ്റവും ശണ്ടത്തരാണ്. നിങ്ങളൊരു പരിപാടി ബാക്കറയിൽ വെക്കുന്നുണ്ടെങ്കിൽ അത് മുഖാമുഖമായിരിക്കണം, അല്ലെങ്കിൽ സംവാദം. ഞങ്ങൾക്ക് ചോദിക്കണം, ഞങ്ങൾക്ക് 100 ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങളുടെ മുടിയെപ്പറ്റി. 100 ചോദ്യം. നിങ്ങളുടെ മുടിന്റെ നീളം, മുടി നിഴലുണ്ടാവില്ല നിങ്ങൾ പറഞ്ഞല്ലോ. നിഴലുണ്ടാകുമെന്നല്ലേ നിങ്ങളിപ്പം പറയണത്? സാക്ഷാൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ, ഒന്നുകൂടി കേട്ടോ നിങ്ങൾ. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറയുന്നു മുടിക്ക് നേലുണ്ടാവില്ല എന്ന്. ഇസ്മായിൽ മുസ്ലിയാർ പറയാണ്. ഞങ്ങൾ ചോദിക്കട്ടെ, ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞ ആ മുടി ഇന്ന് മർക്കസിലുണ്ടെങ്കിൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഉണ്ടല്ലോ, നിങ്ങളുടെ ശൈഖുൽ ഹദീസായിരുന്ന മർഹൂം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ
അദ്ദേഹം പറയുന്നു മുടിക്ക് നേരില്ല, ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. കേട്ടോളൂ, നിങ്ങൾ ശരിക്കും കേട്ടോളൂ, SSFകാരാ കേട്ടോളൂ. ഞങ്ങൾ ആ നിലക്കെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ തയ്യാറാണെങ്കിൽ കേട്ടോളൂ. മണിയിട്ട് മഴ കൂടി ഉസ്താദ് പറയും എല്ലാവർക്കും സംശയം, അല്ല അതിൽ ഏലുണ്ടോ അത് ഏലുണ്ടോ അത് ഞങ്ങൾ ഉസ്താദ് പരിശോധിച്ച്, ഞങ്ങൾ ഉസ്താദ് കുറച്ച് ആളുകൾ കൂടി കാണി പരിശോധിച്ച് തീയലുണ്ടോ നോക്കുമ്പോൾ തീയലില്ല. നിങ്ങൾ ധൈര്യസമേതം പറഞ്ഞോളി, നിങ്ങൾ ഏതാക്കണ്ട, പേടിച്ചൊന്നും വേണ്ട. നിങ്ങൾ ധൈര്യത്തിൽ വന്നല്ലേ, ഇസ്മായിൽ മുസ്ലിം പറഞ്ഞല്ലേ നിങ്ങൾ വരി മർക്കസിലേക്ക് വരണം, ഞങ്ങൾ ടോർച്ചടിക്കട്ടെ, ഒന്ന് നേലുണ്ടോ ഇല്ലെന്ന് നോക്കട്ടെ. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് മുറിഞ്ഞെന്ന് നിങ്ങൾ അതിന് പകരം പറയണ്ട. നിങ്ങളെ മുടി രക്ഷപ്പെടുത്താൻ വേണ്ടി പറ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് മുറിഞ്ഞെന്ന്. ആജാതി ഏർപ്പാടും കൊണ്ട് നിങ്ങൾ ഇവിടെ പ്രസംഗിച്ചു പോകരുത്. നിങ്ങൾ മുഖാമുഖം നടത്തണം. ഞങ്ങൾക്ക് 100 ചോദ്യം, 1000 ക്ലിപ്പ് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുഖാമുഖത്തിൽ താഴെ ഒരു പരിപാടിയും നടത്തരുതെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് തിരിച്ചിടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.